എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 2021 ജനുവരി മാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു. അതെല്ലാം കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് ഏകദേശം 200-ലധികം കാര്യങ്ങളും അതോടൊപ്പം തന്നെ പി എസ് സി ബുള്ളറ്റിൽ 2 ലക്കങ്ങളായിട്ട് 2021 ജനുവരി 1-ലും 2021 ജനുവരി 15-ാം തീയതി ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിലെ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏകദേശം ഒരു 250-ലധികം ഫാക്റ്റുകൾ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു ചോദ്യം വരും പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾക്കൊക്കെ നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന സപ്പോർട്ടൊക്കെ തന്നെയായിരുന്നു തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. വിഷൻ LDC LGS 2021 എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ സീരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ് തന്നെയാണ്. വരും പരീക്ഷകൾ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു മാർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് പരിചയപ്പെടാം ആനുകാലികം ജനുവരി 2021 നമ്മൾ പരിചയപ്പെടുത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. 2020 ടാൻസൻ അവാർഡ് 2021 ജനുവരിയിൽ പ്രഖ്യാപിച്ചു. പണ്ഡിറ്റ് സതീഷ് വ്യാസിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. 2020 ടാൻസൻ അവാർഡ് ലഭിച്ചത് പണ്ഡിറ്റ് സതീഷ് വ്യാസിനാണ്. യുവ ശാസ്ത്രജ്ഞനുള്ള ഭൗതിക ശാസ്ത്ര പുരസ്കാരം 2021 ജനുവരിയിൽ പ്രഖ്യാപിച്ചപ്പോൾ അതിനൊരു മലയാളിക്ക് ലഭിച്ചു. അത് അജിത് പരമേശ്വരനാണെന്ന കാര്യം ഓർക്കുക. യുവ ശാസ്ത്രജ്ഞനുള്ള ഭൗതിക ശാസ്ത്ര പുരസ്കാരം നേടിയ മലയാളി അജിത് പരമേശ്വരൻ. 2020 6ാമത് ഡിജിറ്റൽ ഇന്ത്യ അവാർഡിൽ ജൂറി ചോയ്സ് അവാർഡ് ലഭിച്ച ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു. നമുക്കറിയാം കോവിഡ് പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു. 2020 6ാമത് ഡിജിറ്റൽ ഇന്ത്യ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ജൂറി ചോയ്സ് അവാർഡ് ലഭിച്ച ആപ്ലിക്കേഷനും ആരോഗ്യ സേതുവാണ്. 4ാമതായിട്ട് പരിചയപ്പെടാം. 2021 ജനുവരിയിൽ ഈ ബാലാനന്ദൻ ഫൗണ്ടേഷൻ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് ലഭിച്ചത് പാലോളി മുഹമ്മദ് കുട്ടിക്കാണ്. 2021 ജനുവരിയിൽ പ്രഖ്യാപിച്ച ഈ ബാലാനന്ദൻ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് പാലോളി മുഹമ്മദ് കുട്ടി. സുഭാഷ് ചന്ദ്രബോസ് ദുരന്ത നിവാരണ അവാർഡിന് അർഹനായത് ഡോക്ടർ രാജേന്ദ്ര കുമാർ ഭണ്ഡാരിയാണ്. സുഭാഷ് ചന്ദ്രബോസ് ദുരന്ത നിവാരണ അവാർഡിന് അർഹനായതായിരുന്നു വിശദമായിട്ട് വരിക ഡോക്ടർ രാജേന്ദ്ര കുമാർ ഭണ്ഡാരി. 2021 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചിട്ട് സൈനിക ബഹുമതികൾ പ്രഖ്യാപിക്കുകയുണ്ടായി. മഹാവീർ ചക്ര, കീർത്തി ചക്ര. ഇതിൽ ഈ മഹാവീർ ചക്ര ലഭിച്ചത് ഗാൽവാൻ യുദ്ധനായകനായിട്ടുള്ള കേണൽ സന്തോഷ് ബാബുവിനാണ്. കീർത്തി ചക്ര ലഭിച്ചത് സുബേദാർ സഞ്ജീവ് കുമാറിനാണ്. 2 സൈനിക ബഹുമതികൾ, മഹാവീർ ചക്രയും കീർത്തി ചക്രയും. കേണൽ സന്തോഷ് ബാബുവിന് മഹാവീർ ചക്ര, കീർത്തി ചക്ര ലഭിച്ചത് സുബേദാർ സഞ്ജീവ് കുമാറിനാണ്. 2020 കേരള സാംസ്കാരിക വകുപ്പിന്റെ മാതൃഭാഷാ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ അശോക് ടിക്രൂസ് ആണ്. 2020 കേരള സാംസ്കാരിക വകുപ്പിന്റെ മാതൃഭാഷാ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ അശോക് ടിക്രൂസ്. 2020 ഏകലവ്യ പുരസ്കാരം നേടുന്ന ഇന്ത്യൻ വനിതാ ഹോക്കി താരമാരെന്ന് ചോദിച്ചാൽ നമിത ടോപ്പോയാണ്. 2020 ഏകലവ്യ പുരസ്കാരം 2021 പ്രഖ്യാപിച്ചപ്പോൾ അതൊരു ഇന്ത്യൻ വനിതാ ഹോക്കി താരത്തിനാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ പേര് നമിത ടോപ്പോ. ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു ചോദ്യമാണ്. 2021 പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അതിലൊരു മലയാളി ഗായികയ്ക്ക് ഈ പുരസ്കാരം ലഭിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട KS ചിത്രയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇവിടെ 2021 പത്മഭൂഷൺ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളി ഗായികയായിരുന്നു ചോദിച്ചാൽ KS ചിത്രയാണ്. അവിടെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ്, മുൻ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുകയുണ്ടായി 2021. സിൻഷോ ആബെയാണ് ഉത്തരമായിട്ട് വരിക. സിൻഷോ ആബെ പത്മഭൂഷൺ പുരസ്കാരം 2021 ലഭിച്ചു. അദ്ദേഹം മുൻ ജപ്പാൻ പ്രധാനമന്ത്രിയാണ്. പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായിട്ട് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തത് അക്ഷയ കേരളം പ്രൊജക്റ്റാണ്. പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായിട്ട് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ അക്ഷയ കേരളം. 2020 നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡിന് അർഹയായത് ഡോക്ടർ ഷൈല കാനിയാണ്. ഡോക്ടർ ഷൈല കാനി 2020 നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡിന് അർഹയായി. ഈ വർഷത്തെ ദേശീയ ഊർജ്ജ സംരക്ഷണ അവാർഡ് ലഭിച്ച സംസ്ഥാനം 2020 അടിസ്ഥാനമാക്കിയിട്ട് 2021 പ്രഖ്യാപിക്കുമ്പോൾ ദേശീയ ഊർജ്ജ സംരക്ഷണ അവാർഡ് നമ്മുടെ കേരളത്തിന് ലഭിച്ചു. കേരളത്തിന് ഇത് തുടർച്ചയായിട്ട് 5 തവണ ഈ ഒരു പുരസ്കാരം നേടുക എന്നൊരു നേട്ടം കൂടി ഉണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തത് 13ാമത് ബഷീർ പുരസ്കാരം നേടിയത് MK സാനു ആണ്. കൃതി അജതയുടെ അമര സംഗീതം എന്നതാണ് ആ ഒരു കൃതി. പരീക്ഷയ്ക്ക് ചോദിക്കാം. 13ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് MK സാനു ആണ്. അദ്ദേഹത്തിന്റെ കൃതിയും ചോദിക്കാം. അജതയുടെ അമര സംഗീതം എന്നതാണ് അദ്ദേഹത്തിന്റെ കൃതി. രണ്ടും പഠിച്ചു വെക്കണം. കാരണം 10th പ്രിലിംസിൽ ഇത്തരത്തിലുള്ള അവാർഡുകൾ ചോദിച്ചപ്പോൾ
കൃതികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു രീതിയിലുള്ള ചോദ്യവും ഇവിടെ ചോദിക്കാം. അടുത്തത് 2020 ONV സാഹിത്യ പുരസ്കാരം നേടിയത് എം ലീലാവതിയാണ്. 10th പ്രിലിം എക്സാമിനേഷനിൽ ഓൾറെഡി ചോദിച്ച് കഴിഞ്ഞൊരു ചോദ്യമാണ്. അത് റിപ്പീറ്റ് ആയിട്ട് വരുന്ന +2 പ്രിലിംസിലും വരാം. അപ്പോൾ 2020 ONV സാഹിത്യ പുരസ്കാരം എം ലീലാവതി. 2021 ഹരിവരാസനം പുരസ്കാരം നേടിയത് MR വീരമണി രാജു. ഇതും 2021 ഹരിവരാസനം പുരസ്കാരം നേടിയത് ആരെന്നൊരു ചോദ്യം 10th പ്രിലിംസിന് ചോദിച്ചതാണ്. അതുകൊണ്ട് ഇതും വീണ്ടും നമ്മുടെ ഈ പറയുന്ന +2 പ്രിലിംസിൽ ചോദിക്കാം. ഇപ്പോൾ 2021 ഹരിവരാസനം പുരസ്കാരം ലഭിച്ച ആരെന്ന് ഓർത്തിരിക്കണം, MR വീരമണി രാജു. തുടർച്ചയായിട്ട് 11ാം വർഷവും സ്കോച്ച് ചലഞ്ചർ അവാർഡ് നേടുന്ന മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് തുടർച്ചയായിട്ട് 11ാം വർഷവും സ്കോച്ച് ചലഞ്ചർ അവാർഡ് നേടുന്ന മന്ത്രാലയമാണ്. നെൽസൺ മണ്ടേല വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡിന് അർഹനായത് രവി ഗാക്വാഡ് ആണ്. രവി ഗാക്വാഡ് ആണ് നെൽസൺ മണ്ടേല വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് 2021 ജനുവരിയിൽ പ്രഖ്യാപിച്ചപ്പോൾ അത് ലഭിച്ച വ്യക്തിയാണ് രവി ഗാക്വാഡ്. 2021 ദേശീയ റോഡ് സുരക്ഷാ അവാർഡിന് അർഹനായ വ്യക്തി ഓർത്തിരിക്കണം, വീരേന്ദ്ര സിംഗ് റാത്തോർ ആണ്. വീരേന്ദ്ര സിംഗ് റാത്തോറിന് 2021 ദേശീയ റോഡ് സുരക്ഷാ അവാർഡ് ലഭിച്ചു. നീതി ആയോഗിന്റെ 2020 ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ് പ്രകാരം പ്രധാന സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ചോദിച്ചാൽ കർണാടകയാണ്. നീതി ആയോഗ് പ്രഖ്യാപിച്ച 2020 അടിസ്ഥാനമാക്കി പ്രഖ്യാപിച്ച ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ്, ഇതില് പ്രധാന സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കർണാടകയാണ്. ആദ്യമായിട്ട് സ്ട്രോബെറി ഉത്സവം സംഘടിപ്പിച്ച നഗരം ഝാൻസി, ഉത്തർപ്രദേശ്. വളരെ ഇമ്പോർട്ടൻ്റ് കാണണം. ഇത്തരത്തിലുള്ള ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞ പ്രിലിംസ് എക്സാമിനേഷൻ എടുത്തു ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് സ്ട്രോബെറി ഉത്സവം സംഘടിപ്പിച്ച നഗരം എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഉത്തർപ്രദേശിലെ ഝാൻസിയാണ്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് സെക്യൂരിറ്റിയിൽ നിയമിതയാകുന്ന രാജ്യത്തെ ആദ്യ വനിതാ പോലീസ് ആരെന്ന് ചോദിച്ചാൽ YS യാസി എന്നതാണ് ഉത്തരമായിട്ട് വരിക. എവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം? കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് സെക്യൂരിറ്റിയിൽ നിയമിതയാകുന്ന രാജ്യത്തെ ആദ്യ വനിതാ പോലീസ് ചോദിച്ചാൽ YS യാസി എന്നതാണ് ഉത്തരം. 2021 ജനുവരിയിൽ ചൈൽഡ് ഫ്രണ്ട്ലി പോലീസിംഗ്, ജനമൈത്രി പോലീസിംഗ് എന്നിവയിലെ പ്രവർത്തന മികവിന് ISO അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ടൗൺ പോലീസ് സ്റ്റേഷൻ കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിലെ ടൗൺ പോലീസ് സ്റ്റേഷനാണ് 2021 ജനുവരിയിൽ ചൈൽഡ് ഫ്രണ്ട്ലി പോലീസിംഗ്, ജനമൈത്രി പോലീസിംഗ് എന്നിവയിലെ പ്രവർത്തന മികവിന് ISO അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ എന്ന കാര്യം ഓർക്കുക. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നു 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ ഏറ്റവും മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള അവാർഡ് നേടിയ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ ഏറ്റവും മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള അവാർഡ് നേടിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. പത്മശ്രീ അവാർഡ് പ്രഖ്യാപിക്കുകയുണ്ടായി 2021 ജനുവരിയിൽ. അതിൽ ലഭിച്ചിട്ടുള്ള മലയാളികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാധവൻ നമ്പ്യാർ, കായികവുമായിട്ട് ബന്ധപ്പെട്ട മാധവൻ നമ്പ്യാർക്ക് പുരസ്കാരം ലഭിച്ചു. ബാലൻ പുത്തേരി ഓർത്തിരിക്കണം, സാഹിത്യം, വിദ്യാഭ്യാസം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല, എടുത്തു ചോദിക്കാം. അതുപോലെ തന്നെ KK രാമചന്ദ്രൻ പുലവർ എന്ന പേര് ഓർത്തിരിക്കുക, കലാ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഡോക്ടർ ധനഞ്ജയ് സുധാകർ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇവിടെ ഓർത്തിരിക്കേണ്ടത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, മാധവൻ നമ്പ്യാർ, ബാലൻ പുത്തേരി, KK രാമചന്ദ്രൻ പുലവർ, അതുപോലെ തന്നെ ഡോക്ടർ ധനഞ്ജയ് സുധാകർ. ഈ പേരുകളൊക്കെ അവർ ഏതൊക്കെ മേഖലകളിൽ പെടുന്നു എന്നും കൂടെ ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് മലയാള സാഹിത്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ പുരസ്കാര തുകയുള്ള ഇൻഡിവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരങ്ങളിൽ ഭാഷാ കേസരി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്ന K ജയകുമാറാണ്. അദ്ദേഹം മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് K ജയകുമാർ. ഇതിന്റെ പുരസ്കാര തുക എന്ന് പറയുന്നത് 5,01,000 രൂപയാണ് എന്ന കാര്യം ഓർക്കുക. 5,01,000 രൂപയാണ് ഇതിന്റെ പുരസ്കാര തുക. നമുക്കറിയാം എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഇവിടെ 5,01,000 രൂപയാണ് ഈ പറയുന്ന ഈ ഒരു പുരസ്കാരത്തിന് തുക എന്ന കാര്യം ഓർക്കുക. അപ്പോൾ മലയാള സാഹിത്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ പുരസ്കാര തുകയുള്ള ഇൻഡിവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരങ്ങൾ ഭാഷാ കേസരി പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക K ജയകുമാർ ആണെന്ന കാര്യം ഓർക്കുക. അടുത്തത് 2021 ജനുവരിയിൽ മരണാനന്തര ബഹുമതിയായ രാഷ്ട്രപതിയുടെ സർവോത്തം ജീവൻ രക്ഷാ പതകം ലഭിച്ച മലയാളി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക മുഹമ്മദ് മുഖ്സിൻ ആണ്. 2021 ജനുവരിയിൽ പ്രഖ്യാപിച്ച മരണാനന്തര ബഹുമതിയായ രാഷ്ട്രപതിയുടെ സർവോത്തം ജീവൻ രക്ഷാ പതകം ലഭിച്ച മലയാളിയാണ് മുഹമ്മദ് മുഖ്സിൻ.
അടുത്ത് പരിചയപ്പെടുന്നു വനിതാ സംരംഭകത്വ പ്ലാറ്റ്ഫോം മെച്ചപ്പെടുത്തുന്നതിനായി ഏത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുമായാണ് നീതി ആയോഗ് സഹകരിച്ചതെന്ന് ചോദിച്ചാൽ ഫ്ലിപ്കാർട്ടാണ്. വനിതാ സംരംഭകത്വ പ്ലാറ്റ്ഫോം മെച്ചപ്പെടുത്താനായിട്ടാണ് ഫ്ലിപ്കാർട്ടുമായിട്ട് നമ്മുടെ നീതി ആയോഗ് സഹകരിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 2021 ജനുവരിയിൽ ലോകത്തിലെ ആദ്യ ഡബിൾ സ്റ്റാക്ക് ലോങ് ഹോൾ കണ്ടെയ്നർ ട്രെയിൻ ഇത് സർവീസ് ആരംഭിച്ചത് ഇന്ത്യൻ റെയിൽവേ ആണ്. ന്യൂ അറ്റ്ലി, ഹരിയാനയിലെ ന്യൂ അറ്റ്ലി മുതൽ ന്യൂ കിഷൻഗാർഗ് എന്ന് പറയുന്ന രാജസ്ഥാനിലെ ന്യൂ കിഷൻഗാർഗ് എന്ന് പറയുന്ന സ്ഥലം വരെയാണ് എന്ന കാര്യം ഓർക്കുക. 2021 ജനുവരിയിൽ ലോകത്തിലെ ആദ്യത്തെ ഡബിൾ സ്റ്റാക്ക് ലോങ് ഹോൾ കണ്ടെയ്നർ ട്രെയിൻ ഇത് സർവീസ് ആരംഭിച്ചത് ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേയിൽ എവിടം മുതൽ എവിടം വരെയാണ്? ന്യൂ അറ്റ്ലി, ഹരിയാനയിലെ ന്യൂ അറ്റ്ലി മുതൽ ന്യൂ കിഷൻഗാർഗ്, രാജസ്ഥാനിലെ ന്യൂ കിഷൻഗാർഗ് വരെയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 2021 ജനുവരിയിൽ കേരളത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം ഉറുമ്പ് വർഗമാണ് ഒസീറെ ജോഷി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒസീറെ ജോഷി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ പറയുന്ന 2021 ജനുവരിയിൽ കേരളത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം ഉറുമ്പ് വർഗം ആണ് എന്ന കാര്യം ഓർക്കുക. ഒസീറെ ജോഷി എന്നതാണ് ആ ഒരു ഉറുമ്പ് വർഗത്തിന് നൽകിയിരിക്കുന്ന പേര്. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് നീതി ആയോഗ് പുറത്തിറക്കിയ രാജ്യത്തെ നൂതന ആശയ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ചോദിച്ചാൽ കർണാടകയാണ്. കേരളം 5ാം സ്ഥാനത്താണ്. ഓർത്തിരിക്കണം, നീതി ആയോഗ് പുറത്തിറക്കിയ രാജ്യത്തെ നൂതന ആശയ സൂചികയിൽ 1ാം സ്ഥാനത്ത് കർണാടക, കേരളത്തിന്റെ സ്ഥാനം 5. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭാവന കാന്താണ്. റിപ്പബ്ലിക് ദിന പരിപാടിയിലൊക്കെ പങ്കെടുത്ത ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റ് ഉത്തരമായിട്ട് വരിക ഭാവന കാന്താണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് കുറഞ്ഞ നിരക്കിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന കെ ഫോൺ പദ്ധതിയുടെ ആദ്യ ഇന്റർനെറ്റ് ഇടനാഴി തിരുവനന്തപുരം പാലക്കാടാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമാണ്, മറ്റുള്ളവർക്ക് കുറഞ്ഞ നിരക്കിലാണ് ഈ പറയുന്ന ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നത്. കേരള സർക്കാർ പദ്ധതിയാണ് കെ ഫോൺ എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിക്കാം. അവിടെ ആദ്യത്തെ ഇന്റർനെറ്റ് ഇടനാഴി വരുന്നത് തിരുവനന്തപുരം പാലക്കാട്. സംസ്ഥാനത്തെ ആദ്യ നദീ സാംസ്കാരിക മ്യൂസിയമായ നീള പൈതൃക മ്യൂസിയം സ്ഥാപിതമാകുന്നത് പൊന്നാനി, മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ നദീ സാംസ്കാരിക മ്യൂസിയമായ നീള പൈതൃക മ്യൂസിയം സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് സ്ഥാപിതമാകുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് സ്ഥാപിതമാകുന്ന സംസ്ഥാനം ഗുജറാത്താണ്. 2021 ജനുവരിയിൽ വിവിധ സർക്കാർ സേവനങ്ങൾക്കായുള്ള അപേക്ഷാ ഫോമുകളിൽ ഭിന്നലിംഗക്കാർക്കായിട്ട് പ്രത്യേക കോളം അനുവദിച്ച സംസ്ഥാനം എന്ന പ്രത്യേകത കേരളത്തിനാണ്. 2021 ജനുവരിയിൽ വിവിധ സർക്കാർ സേവനങ്ങൾക്കായുള്ള അപേക്ഷാ ഫോമുകളിൽ ഭിന്നലിംഗക്കാർക്കായിട്ട് പ്രത്യേക കോളം അനുവദിച്ച സംസ്ഥാനം കേരളമാണ്. ഏത് സംസ്ഥാനത്താണ് കനൂമ ഫെസ്റ്റിവൽ ആഘോഷിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക തെലങ്കാനയാണ്. തെലങ്കാനയിലാണ് കനൂമ ഫെസ്റ്റിവൽ ആഘോഷിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് സ്വാതന്ത്ര്യാനന്തരം ആദ്യമായിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ പേപ്പർലെസ് ബജറ്റ് അവതരിപ്പിക്കുന്നത് നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമനാണ് സ്വാതന്ത്ര്യാനന്തരം ആദ്യമായിട്ട് ഇന്ത്യയുടെ പേപ്പർലെസ് ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പോലീസ് സേനയിൽ ചേരുവാനായി അടുത്തിടെ അനുമതി നൽകിയ സംസ്ഥാനമാണ് ബീഹാർ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പോലീസ് സേനയിൽ ചേരുവാനായിട്ട് 2021 ജനുവരിയിൽ അനുമതി നൽകിയ സംസ്ഥാനം ബീഹാറാണ്. 2021 ജനുവരിയിൽ കേരളത്തിലെ ആദ്യ ഹരിത ജയിലായിട്ട് പ്രഖ്യാപിച്ചത് സ്പെഷ്യൽ സബ് ജയിൽ കണ്ണൂർ. കണ്ണൂർ ജില്ലയിലെ സ്പെഷ്യൽ സബ് ജയിലാണ് 2021 ജനുവരിയിൽ കേരളത്തിലെ ആദ്യത്തെ ഹരിത ജയിലായിട്ട് പ്രഖ്യാപിച്ചത്. വാഹനങ്ങളിൽ കൂളിംഗ് സ്റ്റിക്കറും കർട്ടനുകളും ഉപയോഗിക്കുന്നത് തടയുന്നതിനായി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ സ്ക്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വാഹനങ്ങളിൽ കൂളിംഗ് സ്റ്റിക്കറും കർട്ടനുകളൊക്കെ ഉപയോഗിക്കുന്നത് തടയാനായിട്ട് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ സ്ക്രീന്. ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ 148ാമത് സെഷന്റെ അധ്യക്ഷത വഹിക്കുന്നത് ഹർഷവർദ്ധനാണ്. 148ാമത് സെഷനാണ് ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ 148ാമത് സെഷൻ. അധ്യക്ഷനാണ് ഹർഷവർദ്ധനാണ്. ജോ ബൈഡൻ അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റായാണ് ചുമതലയേറ്റതെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരിക 46. ജോ ബൈഡൻ അമേരിക്കയുടെ 46ാമത്തെ പ്രസിഡന്റായാണ് ചുമതലയേൽക്കുന്നത്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പേര് കമല ഹാരിസ് ആണ്. നമുക്കറിയാം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആണ് നിലവിൽ. ഈ ഒരു പദവിയിലേക്ക് എത്തുന്ന ആദ്യത്തെ വനിത എന്നൊരു പ്രത്യേകതയും ഒപ്പം ഇന്ത്യൻ വംശജയുമാണ് കമല ഹാരിസ് എന്ന കാര്യം ഓർക്കുക. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ഇറാനിലെ തുറമുഖമാണ് ചബഹാർ. ചബഹാർ തുറമുഖം ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ഇറാനിലെ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏതൊക്കെ വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് ചുമതലയാണ് 2021 ജൂൺ മാസം മുതൽ അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നത്? തിരുവനന്തപുരം, ജയ്പൂർ, ഗുവാഹത്തി.
തിരുവനന്തപുരം, ജയ്പൂർ, ഗുവാഹത്തി എന്നീ വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് ചുമതല 2025 ജൂൺ മാസം മുതൽ അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നു. 2021 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്രായമായവരുടെ ആരോഗ്യ, സാമ്പത്തിക, സാമൂഹിക ഘടകങ്ങൾ തുടങ്ങിയവയുടെ ശാസ്ത്രീയ പഠന റിപ്പോർട്ടാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഏജിംഗ് സ്റ്റഡി ഓഫ് ഇന്ത്യ. LASI എന്ന് പറയുന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന 2021 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ റിപ്പോർട്ടാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഏജിംഗ് സ്റ്റഡി ഓഫ് ഇന്ത്യ. ഇതിലൂടെ പ്രായമായവരുടെ ആരോഗ്യ, സാമ്പത്തിക, സാമൂഹിക ഘടകങ്ങൾ തുടങ്ങിയവയുടെ ശാസ്ത്രീയ പഠനമാണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അടുത്തത്, വിനോദ നികുതി ഒഴിവാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം. വിനോദ നികുതി ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. അടുത്തിടെ സംസ്ഥാന സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച സുഗതകുമാരി ടീച്ചറുടെ ഭവനമാണ് വാഴുവേലിയിൽ തറവാട്. വാഴുവേലിയിൽ തറവാട് സുഗതകുമാരി ടീച്ചറുടെ ഭവനമാണ് അടുത്തിടെ സംസ്ഥാന സർക്കാർ സംരക്ഷിത സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചു. 2020 ഡിസംബറിൽ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് പ്രകാരം അടുത്ത 6 മാസത്തേക്ക് പ്രശ്നബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. 2020 ഡിസംബറിൽ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് പ്രകാരം അടുത്ത 6 മാസത്തേക്ക് പ്രശ്നബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. ഡിജിനെസ്റ്റ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാന സർക്കാർ പഞ്ചാബാണ്. ഡിജിനെസ്റ്റ് എന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാന സർക്കാർ പഞ്ചാബ്. ലക്ഷ്യം സംസ്ഥാന സർക്കാർ ഡയറക്ടറിയിലേക്ക് ഡിജിറ്റൽ പ്രവേശനം ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അടുത്ത ചോദ്യം, അടുത്തിടെ സർക്കാരിന് കീഴിലുള്ള മദ്രസകളെ സാധാരണ വിദ്യാലയങ്ങളായി മാറ്റാനുള്ള ബില്ലിന് അംഗീകാരം നൽകിയത് അസ്സാമിലാണ്. അടുത്തിടെ സർക്കാരിന് കീഴിലുള്ള മദ്രസകളെ സാധാരണ വിദ്യാലയങ്ങളാക്കി മാറ്റാനുള്ള ബില്ലിന് അംഗീകാരം നൽകിയത് ആസാമാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകുന്ന ആദ്യ വാക്സിനായിട്ട് വരുന്നത് ഫൈസർ വാക്സിനാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകുന്ന ആദ്യ വാക്സിനായിട്ട് വരുന്നത് ഫൈസർ വാക്സിനാണ്. COVID-19 രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ വാർത്തകളും വ്യാജ പ്രചരണങ്ങളും തടയുന്നതിനും ലോകാരോഗ്യ സംഘടന ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ COVID-19 ആപ്പ് ആണെന്ന കാര്യം ഓർക്കുക. മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരും എന്ത് തന്നെയാണ്? COVID-19 ആപ്പ് എന്നതാണ്. അടുത്ത പരിചയപ്പെടാം. 2021 ജനുവരിയിൽ TV പരസ്യങ്ങളിലൂടെ ദുർമന്ത്രവാദം, അതുപോലെ തന്നെ അത്ഭുത സിദ്ധി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന വസ്തുക്കളുടെ വിൽപ്പന എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയ വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ബോംബെ ഹൈക്കോടതിയാണ്. 2021 ജനുവരി TV പരസ്യങ്ങളിലൂടെ ദുർമന്ത്രവാദം, അത്ഭുത സിദ്ധി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന വസ്തുക്കളുടെ വിൽപ്പന എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയ വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ബോംബെ ഹൈക്കോടതി. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ആദ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സ്റ്റോപ്പില്ലാ വിമാന സർവീസ് നടത്തിയ കമ്പനി എയർ ഇന്ത്യയാണ്. പൂർണ്ണമായിട്ടും വനിതകൾ നിയന്ത്രിക്കുന്ന ആദ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സ്റ്റോപ്പില്ലാ വിമാന സർവീസ് നടത്തിയ കമ്പനി എയർ ഇന്ത്യ. ഏതൊക്കെ 2 നഗരങ്ങൾക്കിടയിലാണ് രാജ്യത്തെ ആദ്യത്തെ എയർ ടാക്സി സർവീസ് ആരംഭിച്ചത്? ഹരിയാനയിലെ ഹിസാറും ഛത്തീസ്ഗഡും. ഹരിയാനയിലെ ഹിസാറും ഛത്തീസ്ഗഡും എന്നീ 2 നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് രാജ്യത്തെ ആദ്യത്തെ എയർ ടാക്സി സർവീസ് ആരംഭിച്ചത്. സ്പെയിനിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ മഞ്ഞുവീഴ്ചയും ഹിമവാതവും ഉണ്ടാകാൻ കാരണമായ കൊടുങ്കാറ്റ് ഫിലോമിന. സ്പെയിനിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ മഞ്ഞുവീഴ്ചയ്ക്കും ഹിമവാതത്തിനുമൊക്കെ കാരണമായിട്ടുള്ള കൊടുങ്കാറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക ഫിലോമിനയാണ്. അടുത്തത്, 2021 സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനമായ സാഹിത്യ മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല കോട്ടയമാണ്. 2021 ബജറ്റിലാണ് സാഹിത്യ മ്യൂസിയം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായത്. ഇത് നിലവിൽ വരുന്നത് കോട്ടയത്താണ്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിലെ ആദ്യത്തെ ജിഞ്ചർ പ്രോസസ്സിംഗ് പ്ലാന്റ് നിലവിൽ വരുന്നത് റിപ്പോയി, മേഘാലയയിലെ റിപ്പോയി എന്ന് പറയുന്ന സ്ഥലത്താണ്. തദ്ദേശവാസികളെ ബഹുമാനിക്കുന്നതിനായിട്ട് ദേശീയഗാനം ഭേദഗതി ചെയ്ത രാജ്യമാണ് ഓസ്ട്രേലിയ. 2021 ജനുവരി റിപ്പബ്ലിക് ദിന പരേഡിലെ നിശ്ചല ദൃശ്യങ്ങളിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള നിശ്ചല ദൃശ്യത്തിന് പ്രമേയം കയറാണ്. 2021 ജനുവരിയിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ നിശ്ചല ദൃശ്യങ്ങളിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള നിശ്ചല ദൃശ്യത്തിന് പ്രമേയം കയറാണ്. ഗർഭചിത്രം നിയമവിധേയമാക്കിയ 4ാമത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് അർജന്റീന. അർജന്റീനയാണ് ഗർഭചിത്രം നിയമവിധേയമാക്കിയ 4ാമത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം. 2020 ഡിസംബർ 30 മുതലാണ് നിയമം നിലവിൽ വന്നത്. ഗയാന, ക്യൂബ, ഉറുഗ്വേ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇതിനു മുമ്പ് ഗർഭചിത്രം നിയമവിധേയമാക്കിയിരുന്നു എന്ന കാര്യം ഓർക്കുക. ഇവിടെ 4ാമത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് അർജന്റീന. പാകിസ്ഥാനി വനിതകൾക്കായി മലാല യൂസഫ്സായി സ്കോളർഷിപ്പ് നിയമം പാസാക്കിയ രാജ്യം USA ആണ്. പാകിസ്ഥാനി വനിതകൾക്കായിട്ട് മലാല യൂസഫ്സായി സ്കോളർഷിപ്പ് നിയമം പാസാക്കിയ രാജ്യം USA ആണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഓട്ടോ സ്റ്റാൻഡ് നിലവിൽ വന്ന ജില്ല പാലക്കാടാണ്. പാലക്കാട് പഴമ്പാലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഓട്ടോ സ്റ്റാൻഡ് നിലവിൽ വന്നത്.
ഉപഗ്രഹ വിക്ഷേപണത്തിൽ ബഹിരാകാശത്തുണ്ടാകുന്ന മാലിന്യങ്ങൾ കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് തടി കൊണ്ട് ഉപഗ്രഹം നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യം ജപ്പാനാണ്. ഉപഗ്രഹ വിക്ഷേപണത്തിൽ ബഹിരാകാശത്തുണ്ടാകുന്ന മാലിന്യങ്ങൾ കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് തടി കൊണ്ട് ഉപഗ്രഹം നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ജപ്പാൻ. ഏത് സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമാണ് തമിഴ് അക്കാദമി സ്ഥാപിച്ചത്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലാണ് തമിഴ് അക്കാദമി സ്ഥാപിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ലോകത്തെ ആദ്യത്തെ ഹോസ്പിറ്റൽ ട്രെയിൻ നിർമ്മിച്ച രാജ്യം ഇന്ത്യയാണ്. ലോകത്തെ ആദ്യത്തെ ഹോസ്പിറ്റൽ ട്രെയിൻ നിർമ്മിച്ച രാജ്യം ചോദിച്ചാൽ ഇന്ത്യയാണ്. രാജ്യത്തെ ആദ്യത്തെ കുടിയേറ്റ സെൽ തുറന്ന നഗരം സൂറത്താണ്. രാജ്യത്തെ ആദ്യത്തെ കുടിയേറ്റ സെല്ല് തുറന്ന നഗരം ചോദിച്ചാൽ ഉത്തരം സൂററ്റാണ്. വിനോദസഞ്ചാരികൾക്കായി ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ച വിജയകരമായി പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയ ലോകോത്തര നിലവാരമുള്ള റെയിൽവേ കോച്ചുകളാണ് വിസ്റ്റാഡോം കോച്ചസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിസ്റ്റാഡോം കോച്ചസ് വിനോദസഞ്ചാരങ്ങൾക്കായിട്ട് ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ച വിജയകരമായിട്ട് പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയ ലോകോത്തര നിലവാരമുള്ള റെയിൽവേ കോച്ചുകളാണ് വിസ്റ്റാഡോം കോച്ചസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പ്രകൃതിവാതക പൈപ്പ് ലൈൻ ഏതൊക്കെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? കൊച്ചി, മാംഗ്ലൂർ. കൊച്ചിയെ മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി 2021 ജനുവരി മാസത്തില് പ്രകൃതിവാതക പൈപ്പ് ലൈൻ ഉദ്ഘാടനം നിർവഹിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. 2021 ജനുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത കൊച്ചിയിലെ വൈപ്പിൻ മുതൽ കർണാടകത്തിലെ മാംഗ്ലൂരു വരെ നീളുന്ന 450 കിലോമീറ്റർ പൈപ്പ് ലൈൻ പദ്ധതിയാണ് ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന്റെ ടോട്ടൽ നീളം 450 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ആ സ്ഥലം എടുത്തു പറയുന്നത് കൊച്ചിയിലെ വൈപ്പിൻ മുതൽ കർണാടകത്തിലെ മാംഗ്ലൂരു വരെയാണെന്ന കാര്യം ഓർക്കുക. ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ എന്നതാണ് ആ ഒരു പദ്ധതി അറിയപ്പെടുന്നത്. 2021 ജനുവരിയിൽ ദേശീയോദ്യാനത്തിന്റെ ചുറ്റുമുള്ള 1 കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വിജ്ഞാപനമിറക്കിയ കേരളത്തിലെ ദേശീയോദ്യാനമാണ് മതികെട്ടാഞ്ചോല, ഇടുക്കി. ഇടുക്കി ജില്ലയിലെ മതികെട്ടാഞ്ചോല ദേശീയോദ്യാനം 2021 ജനുവരിയിൽ ദേശീയോദ്യാനത്തിന്റെ ചുറ്റുമുള്ള 1 കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വിജ്ഞാപനമിറക്കിയ കേരളത്തിലെ ദേശീയോദ്യാനമാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വരുന്നത് കർണാടകയിലെ ഹുബ്ലിയിലാണ്. 1505 മീറ്റർ ആണ് ഇതിന്റെ നീളം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കർണാടകയിലെ ഹുബ്ലിയിലാണ് നിലവിൽ വരുന്നത്. നീളം 1505 മീറ്റർ. രാജ്യത്തെ ആദ്യത്തെ ഫയർ പാർക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഒഡീഷയാണ്. രാജ്യത്തെ ആദ്യത്തെ ഫയർ പാർക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഒഡീഷയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത സബ് ജയിലാണ് കണ്ണൂർ. കണ്ണൂരിലെ സബ് ജയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത സബ് ജയിൽ. വധശിക്ഷ നിർത്തലാക്കിയ മധ്യ ഏഷ്യൻ രാജ്യമാണ് കസാക്കിസ്ഥാൻ. വധശിക്ഷ നിർത്തലാക്കിയ മധ്യ ഏഷ്യൻ രാജ്യം കസാക്കിസ്ഥാൻ. 2020 ഐക്യരാഷ്ട്ര സംഘടന റിപ്പോർട്ട് പ്രകാരം ഏറ്റവും വലിയ കുടിയേറ്റ സമൂഹമുള്ള രാജ്യം ഇന്ത്യയാണ്. 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് ഏറ്റവും വലിയ കുടിയേറ്റ സമൂഹമുള്ള രാജ്യം ഇന്ത്യ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സൗരോർജ്ജ ഉൽപാദക ജില്ലയാകുന്നത് കാസർഗോഡാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സൗരോർജ്ജ ഉൽപാദക ജില്ലയാകുന്നത് കാസർഗോഡാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ മെഗാ സോളാർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ അമ്പലത്തറയിലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ മെഗാ സോളാർ പാർക്ക് കാസർഗോഡ് ജില്ലയിലെ അമ്പലത്തറയിലാണ്. 2021 പ്രഖ്യാപിച്ച ഹെൻലി പാസ്പോർട്ട് സൂചിക ഇത് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 85ആണ്. ഒന്നാം സ്ഥാനത്ത് ജപ്പാനാണ്. 2021 ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 85, ഒന്നാം സ്ഥാനം ജപ്പാനാണ്. രാജ്യത്തെ ആദ്യത്തെ ബുദ്ധമത തീം പാർക്ക് നിർമ്മിച്ചത് സാഞ്ചി, മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ സാഞ്ചിയിലാണ് രാജ്യത്തെ ആദ്യത്തെ ബുദ്ധമത തീം പാർക്ക് നിർമ്മിച്ചത്. 2021 ഉദ്ഘാടനം ചെയ്യുന്ന സൗത്ത് ത്രിപുരയെയും ബംഗ്ലാദേശിലെ രാംഗഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് മൈത്രി സേതു. മൈത്രി സേതു എന്ന് പറയുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സൗത്ത് ത്രിപുര, അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ രാംഗഡ്. വടക്കുകിഴക്കൻ മേഖലയിലെ ആദ്യത്തെ ഖേലോ ഇന്ത്യ സ്പോർട്സ് സ്കൂളാണ് ആസാം റൈഫിൾസ് പബ്ലിക് സ്കൂൾ, ഷിലോങ്. ഷിലോങ്ങിലെ ആസാം റൈഫിൾസ് പബ്ലിക് സ്കൂൾ വടക്കുകിഴക്കൻ മേഖലയിലെ ആദ്യത്തെ ഖേലോ ഇന്ത്യ സ്പോർട്സ് സ്കൂളാണെന്ന കാര്യം ഓർക്കുക. കോവിഡ് പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ആദ്യമായി വിമാനം സാനിറ്റൈസ് ചെയ്യാൻ റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച കമ്പനിയാണ് എയർ ഇന്ത്യ. കോവിഡ് പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിമാനം സാനിറ്റൈസ് ചെയ്യാനായിട്ട് റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച കമ്പനി എയർ ഇന്ത്യയാണ്. 2021 ജനുവരിയിൽ ഇന്ത്യ ആരംഭിച്ച അന്റാർട്ടിക്കയിലേക്കുള്ള 4ാമത് ശാസ്ത്ര പര്യവേഷണത്തിന് ഉപയോഗിക്കുന്ന കപ്പലാണ് MV വാസിലി ഗോലോവിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2021 ജനുവരിയിൽ ഇന്ത്യ ആരംഭിച്ച അന്റാർട്ടിക്കയിലേക്കുള്ള 4ാമത് ശാസ്ത്ര പര്യവേഷണമാണ്. അതിനുപയോഗിച്ച കപ്പലാണ് MV വാസിലി ഗോലോവിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 2021 ജനുവരിയിൽ ബ്ലൂംബെർഗ് ബില്യനിയേഴ്സ് ഇൻഡെക്സ് പ്രകാരം ജെഫ് ബസോസിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് ഇലോൺ മസ്ക് ആണ്.
ഇവിടെ ഇലോൺ മസ്ക് എന്ന് പറയുന്നത് ടെസ്ല മോട്ടോഴ്സിന്റെയും അതുപോലെ തന്നെ സ്പേസ് എക്സിന്റെയും സ്ഥാപകനാണ്. ആമസോൺ സ്ഥാപകനാണ് ജെഫ് ബസോസ് എന്ന കാര്യം ഓർക്കുക. അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ജെഫ് ബസോസ് എന്തിന്റെ സ്ഥാപകനാണെന്ന് ചോദിച്ചാൽ ആമസോണിന്റെയാണ്. ടെസ്ല മോട്ടോഴ്സിന്റെയും ഒപ്പം പ്രധാനത്തോടെ അറിഞ്ഞിരിക്കേണ്ടത് സ്പേസ് എക്സ് വളരെയധികം വാർത്താ പ്രാധാന്യം നേരിട്ടുള്ള ഒരു ബഹിരാകാശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ അത് ഓർത്തിരിക്കണം. ടെസ്ല മോട്ടോഴ്സും അതുപോലെ തന്നെ സ്പേസ് എക്സും ഇതിന്റെ സ്ഥാപകനാണ് ഇലോൺ മസ്ക് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ അദ്ദേഹമാണ് 2021 ജനുവരിയിൽ ബ്ലൂംബർഗ് ബില്യനേഴ്സ് ഇൻഡെക്സ് പ്രകാരം ജെഫ് ബസോസിനെ മറികടന്നിട്ട് ലോകത്തെ ഏറ്റവും സമ്പന്നനായ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത്. സർക്കാർ സ്ഥാപനങ്ങളിൽ ഗ്രീൻ ടാഗ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം. സർക്കാർ സ്ഥാപനങ്ങളിൽ ഗ്രീൻ ടാഗ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ എനർജി പ്രൊജക്ട് നിലവിൽ വരുന്നത് ഓംകാരേശ്വർ ഡാം, നർമ്മദാ നദിയിൽ ഉൾപ്പെടുന്ന മധ്യപ്രദേശിലെ ഓംകാരേശ്വർ ഡാമിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ എനർജി പ്രൊജക്ട് നിലവിൽ വരാൻ പോകുന്നത്. ഓംകാരേശ്വർ ഡാം മധ്യപ്രദേശിലാണ്. ഏത് നദിയിലാണെന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. നർമ്മദാ നദിയിലാണ്. 2021 ജനുവരിയിൽ കേരളം സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച ജന്തുജന്യ രോഗം ചോദിച്ചാൽ പക്ഷിപ്പനിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 2021 ജനുവരിയിൽ കേരളം സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച ജന്തുജന്യ രോഗം ചോദിച്ചാൽ പക്ഷിപ്പനി H5N8 വൈറസ് ആണ് ഇതിന് കാരണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്നാമത്തെ ഓപ്ഷനിൽ തീർച്ചയായിട്ടും കോവിഡ് തന്നെ ആയിരിക്കും നൽകുക. അപ്പൊ നമ്മൾക്ക് ഒരിക്കലും അത് തെറ്റിപ്പോകാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, 2021 ജനുവരിയിൽ കേരളം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച ജന്തുജന്യ രോഗം ചോദിച്ചാൽ പക്ഷിപ്പനിയാണ്, അല്ലെങ്കിൽ ഓപ്ഷൻ H5N8 എന്നും കൂടെ നൽകാം. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ പ്രകാരം മുൻപന്തിയിലെത്തിയ ദേശീയോദ്യാനമാണ് ജൽദാപാറ നാഷണൽ പാർക്ക്, വെസ്റ്റ് ബംഗാൾ. എവിടെയാണ് ജൽദാപാറ നാഷണൽ പാർക്ക് എന്ന് നിരവധി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വെസ്റ്റ് ബംഗാളിലാണ്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ പ്രകാരം മുൻപന്തിയിലെത്തിയ ദേശീയോദ്യാനമാണ്. ഇത്തരത്തിൽ വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് പൊതുവെ ഈ പറയുന്ന ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് ഈ ദേശീയോദ്യാനങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ചോദിക്കാറുള്ളത്. അപ്പോൾ അവിടെ ഒരു ചോദ്യമായിട്ട് നമുക്ക് ഇത് പ്രതീക്ഷിക്കാവുന്ന കറണ്ട് അഫയേഴ്സിൽ ഉപരിയായിട്ട് ആ ഒരു ഭാഗത്തും ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ജൽദാപാറ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിക്കും. വെസ്റ്റ് ബംഗാളിലാണ്. 2021 ജനുവരിയിൽ തോണിക്കടവ് ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയാണ്. 2021 സംസ്ഥാന സർക്കാരിന്റെ കളരിപ്പയറ്റ് അക്കാദമി നിലവിൽ വരുന്നത് വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജ്, തിരുവനന്തപുരം. വളരെ പ്രധാനത്തോട് കാണേണ്ട രണ്ട് കാര്യങ്ങളാണ്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ PSC അടുത്ത് നടന്ന 10th പ്രിലിമിലൊക്കെ ചോദിച്ചു വരുന്നതാണ്. അപ്പോൾ 2021 ജനുവരിയിൽ തോണിക്കടവ് ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല കോഴിക്കോടാണ്. 2021 സംസ്ഥാന സർക്കാരിന്റെ കളരിപ്പയറ്റ് അക്കാദമി നിലവിൽ വരുന്നത് വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജ്, തിരുവനന്തപുരത്താണ്. അമേരിക്കൻ ചരിത്രത്തിൽ 2ാം തവണയും ഇംപീച്ച്മെന്റ് നേരിടുന്ന ആദ്യ പ്രസിഡന്റ് എന്നത് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് അവർ ഓർത്തിരിക്കുക. 2 തവണ ഇംപീച്ച്മെന്റ് നേരിടുന്ന അമേരിക്കൻ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാങ്കേതിക കേന്ദ്രം, അതായത് ടെക് ഹബ്ബ് ആയിട്ട് മാറിയത് ബംഗളൂരാണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാങ്കേതിക കേന്ദ്രമായിട്ട് മാറിയത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗുഹാചിത്രം കണ്ടെത്തിയ രാജ്യം ഇന്തോനേഷ്യ. 45,500 വർഷം പഴക്കമുണ്ട് ഈ ഒരു ഗുഹാചിത്രത്തിന് എന്ന കാര്യം ഓർക്കുക. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത് തോമസ് ഐസക് ആണ്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി തോമസ് ഐസക്, നിലവിലെ നമ്മുടെ ധനകാര്യമന്ത്രിയാണ്. 2021 ജനുവരിയിൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ പുറത്തിറക്കിയ പ്രകൃതി സൗഹൃദ പെയിന്റ് ആണ് ഖാദി പ്രകൃതിക് പെയിന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഖാദി പ്രകൃതിക് പെയിന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് 2021 ജനുവരിയിൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ പുറത്തിറക്കിയ പ്രകൃതി സൗഹൃദ പെയിന്റ് ആണ്. ആദ്യമായിട്ട് ഈ വോട്ടിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാന നിയമസഭ കേരളമാണ്. കേരളമാണ്. ഇന്ത്യയുടെ ആദ്യ ഡ്രൈവർലെസ് മെട്രോ കാർ പുറത്തിറങ്ങിയ നഗരം ചോദിച്ചാൽ ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവർലെസ് മെട്രോ ട്രെയിനിന്റെ പേര് ഓർത്തിരിക്കണം. ഡൽഹിയിലാണ് അത് പുറത്തിറങ്ങുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. ഓർത്തിരിക്കേണ്ടത് ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവർലെസ് മെട്രോ ട്രെയിൻ എവിടെയാണ്? നമ്മൾ ഡൽഹിയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവർലെസ് മെട്രോ കാർ എവിടെയാണ് പുറത്തിറങ്ങിയത്? ബാംഗ്ലൂരിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2021 ജനുവരിയിൽ കർഷകർക്കായിട്ട് വൈദ്യുതി സബ്സിഡി നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2021 ജനുവരിയിൽ കർഷകർക്കായിട്ട് വൈദ്യുതി സബ്സിഡി നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. ഭൂസർവേ നടപടികൾ വേഗത്തിലാക്കാൻ ഉപഗ്രഹ സംവിധാനമായ കോർസ് കണ്ടിന്യൂറ്റി ഓപ്പറേറ്റിംഗ് റഫറൻസ് സ്റ്റേഷൻ എന്നതാണ് അതിന്റെ പൂർണ്ണരൂപം. ഇത്തരത്തിലൊരു സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. ഭൂസർവേ നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ഉപഗ്രഹ സംവിധാനമായിട്ടുള്ള കോർസ്, ഇത്തരത്തിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ 3D ലാപ്രോസ്കോപ്പിക് മെഷീൻ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ നടത്തുന്ന ആദ്യത്തെ സർക്കാർ ആശുപത്രിയാണ് SAT ആശുപത്രി, തിരുവനന്തപുരം ജില്ലയിലെ SAT ആശുപത്രി കേരളത്തിൽ 3D ലാപ്രോസ്കോപ്പിക് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള ശസ്ത്രക്രിയ നടത്തുന്ന ആദ്യത്തെ സർക്കാർ ആശുപത്രിയാണ്.
ഏത് കമ്പനിയുമായി സഹകരിച്ചാണ് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ മന്ത്രാലയം ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ലാബ് സ്ഥാപിക്കാൻ പോകുന്നത്? ആമസോൺ. ഏത് കമ്പനിയുമായിട്ട് സഹകരിച്ചാണ് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ മന്ത്രാലയം ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ലാബ് സ്ഥാപിക്കാൻ പോകുന്നതാണ് ചോദ്യം. ഉത്തരം ആമസോൺ. അടുത്ത ചോദ്യം, 2021 ജനുവരിയിൽ പുനർനാമകരണം ചെയ്ത നാഗ്പൂരിലെ ഗോറിവാഡ ഇന്റർനാഷണൽ സൂവിന്റെ പുതിയ പേര് ബാലാസാഹിബ് താക്കറെ ഗോറിവാഡ ഇന്റർനാഷണൽ സുവോളജിക്കൽ പാർക്ക് എന്നാണ്. ബാലാസാഹിബ് താക്കറെ ഗോറിവാഡ ഇന്റർനാഷണൽ സുവോളജിക്കൽ പാർക്ക് 2021 ജനുവരിയിൽ പുനർനാമകരണം ചെയ്ത നാഗ്പൂരിലെ ഗോറിവാഡ ഇന്റർനാഷണൽ സൂവിന്റെ പുതിയ പേരാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജയിൽ ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് ഏർവാഡ ജയിൽ, പൂനെ, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ പൂനെയിലെ ഏർവാഡ ജയിലിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജയിൽ ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത്. 2021 ജനുവരിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ വോട്ടർ ID കാർഡാണ് എപ്പിക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇലക്ട്രോണിക് ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എന്നതാണ് ഇതിന്റെ പൂർണ്ണ രൂപം. 2021 ജനുവരിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ വോട്ടർ ID കാർഡ് എപ്പിക് ആണ് ഇലക്ട്രോണിക് ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിതമാകുന്നത് കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിതമാകുന്നത് കൊച്ചിയിൽ. 2021 ജനുവരിയിൽ കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാൻ ലക്ഷ്യമിട്ടുള്ള പാരീസ് ഉടമ്പടിയിൽ വീണ്ടും അംഗമാകാൻ തീരുമാനിച്ച രാജ്യമാണ് അമേരിക്ക. 2021 ജനുവരിയിൽ കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പാരീസ് ഉടമ്പടി അതിൽ വീണ്ടും അംഗമാകാൻ വേണ്ടി തീരുമാനിച്ച രാജ്യമാണ് അമേരിക്ക. 72ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന പോർവിളി മുഴക്കിയത് ബ്രഹ്മോസ് മിസൈൽ റെജിമെന്റ് ആണെന്ന് കാര്യം ഓർക്കുക. 2021 ജനുവരി 26 നടന്ന 72ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന പോർവിളി മുഴക്കിയത് ബ്രഹ്മോസ് മിസൈൽ റെജിമെന്റ് ആണ്. മലബാർ സ്പെഷ്യൽ പോലീസിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് പോലീസ് മ്യൂസിയം സ്ഥാപിതമാകുന്നത് മലപ്പുറത്താണ്. മലബാർ സ്പെഷ്യൽ പോലീസിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് സംസ്ഥാനത്ത് പോലീസ് മ്യൂസിയം സ്ഥാപിതമാകുന്നത് മലപ്പുറത്ത്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രേ വൂൾഫ് സാങ്ച്വറി സ്ഥാപിതമാകുന്ന സംസ്ഥാനം കർണാടകയാണ്. കർണാടകത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രേ വൂൾഫ് സാങ്ച്വറി സ്ഥാപിതമാകുന്നത്. 2021 ജനുവരിയിൽ സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഫ്രീറ്റ് ട്രെയിൻ അല്ലെങ്കിൽ ചരക്ക് തീവണ്ടിയാണ് വാസുകി എന്ന കാര്യം ഓർക്കുക. നീളം 3.5 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി വാസുകി, നീളം 3.5 കിലോമീറ്റർ. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ സ്മാരക മന്ദിരം അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത് മറീന ബീച്ച്, ചെന്നൈയിലാണ്. ചെന്നൈയിലെ മറീന ബീച്ചിലാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ജയലളിതയുടെ സ്മാരക മന്ദിരം അടുത്തിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഫിനിക്സ് പക്ഷിയുടെ മാതൃകയിലാണ് ഈ ഒരു സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. 2021 ജനുവരിയിൽ കോവിഡ് പ്രതിരോധത്തിനായി ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ജപ്പാനാണ്. 2021 ജനുവരിയിൽ കോവിഡ് പ്രതിരോധത്തിനായിട്ട് ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യം ജപ്പാനാണ്. 2021 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച എംപവേർഡ് കമ്മിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് COVID-19 വാക്സിന്റെ ചെയർപേഴ്സണായി നിയമിതനായത് RS ശർമ്മയാണ്. വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു ചോദ്യമാണ്, ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. 2021 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച എംപവേർഡ് കമ്മിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് COVID-19 വാക്സിന്റെ ചെയർപേഴ്സണായിട്ട് നിയമിതനായത് RS ശർമ്മയാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ മനീഷ് കുമാറാണ്. COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ മനീഷ് കുമാർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 2021 15ാമത് ഡിജിറ്റൽ ഇന്ത്യ സബ്മിറ്റിന്റെ വിഷയം ആത്മനിർഭർ ഭാരത് സ്റ്റാർട്ട് ഓഫ് ന്യൂ ഡെക്കേഡ് എന്നതാണ്. 2021 15ാമത് ഡിജിറ്റൽ ഇന്ത്യ സബ്മിറ്റ് അതിന്റെ വിഷയം എന്ന് പറയുന്നത് ആത്മനിർഭർ ഭാരത് സ്റ്റാർട്ട് ഓഫ് ന്യൂ ഡെക്കേഡ്. ഇന്ത്യയിൽ നിന്ന് വാക്സിൻ ലഭിക്കുന്ന ആദ്യത്തെ രാജ്യമാണ് മാലിദ്വീപ്. ഇന്ത്യയിൽ നിന്നും വാക്സിൻ ലഭിക്കുന്ന ആദ്യത്തെ രാജ്യം ഏത്, അതായത് കോവിഡ് വാക്സിൻ ലഭിക്കുന്ന ആദ്യത്തെ രാജ്യം എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മാലിദ്വീപാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഹൗറ കൽക്ക മെയിൽ ട്രെയിനിന്റെ പുതിയ പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നേതാജി എക്സ്പ്രസ് എന്നതാണ് ഈ ഒരു ട്രെയിനിന് നൽകിയിരിക്കുന്ന പുതിയ പേര്. റെയിൽവേയുടെ കീഴിലുള്ള ഏറ്റവും പഴക്കം ചെന്നതും പ്രശസ്തവുമായ ട്രെയിനാണ് ഹൗറ കൽക്ക മെയിൽ. ഈ ഹൗറ കൽക്ക മെയിൽ ട്രെയിനിന്റെ പുതിയ പേരാണ് നേതാജി എക്സ്പ്രസ് എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത്, ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് ആഗോള കോവിഡ് വാക്സിൻ പദ്ധതിയിൽ അംഗമാകാൻ തീരുമാനിച്ച രാജ്യമാണ് അമേരിക്ക. ലോകാരോഗ്യ സംഘടനയുമായിട്ട് സഹകരിച്ച് ആഗോള കോവിഡ് വാക്സിൻ പദ്ധതിയിൽ അംഗമാകാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? അമേരിക്കയാണ്. 2021 ജനുവരിയിൽ. സൗഹൃദ രാജ്യങ്ങളിലേക്ക് COVID-19 വാക്സിൻ നൽകുന്നതിനായി ഇന്ത്യ ആരംഭിക്കുന്ന സംരംഭത്തിന്റെ പേരാണ് വാക്സിൻ മൈത്രി. സൗഹൃദ രാജ്യങ്ങളിലേക്ക് COVID-19 വാക്സിൻ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ ആരംഭിക്കുന്ന സംരംഭത്തിന്റെ പേരെന്താണ്? വാക്സിൻ മൈത്രി.
അടുത്ത ചോദ്യം, ഗ്രാമീണ മേഖലകളിലെ ജലസംരക്ഷണവും മഴവെള്ള സംരക്ഷണവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജലശക്തി അഭിയാൻ. ഗ്രാമീണ മേഖലയിലെ ജല സംരക്ഷണവും മഴവെള്ള സംരക്ഷണവും ലക്ഷ്യമാക്കിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ജലശക്തി അഭിയാൻ. ഗ്രാമത്തിന്റെ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി തയ്യാറാക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിക്കാൻ പോകുന്ന പ്രചാരണ പരിപാടിയാണ് ഗ്രാമകം. ഗ്രാമത്തിന്റെ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി തയ്യാറാക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിക്കാൻ പോകുന്ന പ്രചാരണ പരിപാടിയുടെ പേര് ഓർത്തിരിക്കണം, ഗ്രാമകം. സ്വന്തമായി സ്ഥലവും വീടും ഇല്ലാതെ തോട്ടം ലയങ്ങളിൽ കഴിയുന്ന തൊഴിലാളികൾക്ക് വീട് വെച്ച് നൽകുന്നതിന് സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഓൺ യുവർ ഓൺ ഹൗസ് എന്നതാണ്. ഓൺ യുവർ ഓൺ ഹൗസ് എന്ന് പറയുന്നത് സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ്. സ്വന്തമായിട്ട് സ്ഥലവും വീടും ഇല്ലാതെ തോട്ടം ലയങ്ങളിൽ കഴിയുന്ന തൊഴിലാളികൾക്ക് വീട് വെച്ച് നൽകുന്നതിനായിട്ട് സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ്. നമുക്കിവിടെ ആ ഒരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഓപ്ഷനിൽ തൊഴിൽ വകുപ്പ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിലേക്ക് എത്താതിരിക്കാനൊരു സാധ്യതയുണ്ട്. ഓർത്തിരിക്കണം, ഇത് സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. പദ്ധതിയുടെ പേര് ഓൺ യുവർ ഓൺ ഹൗസ് എന്നതാണ്. അടുത്ത ചോദ്യം, DRDOയും CRPFും സമാരംഭിച്ച ബൈക്ക് ആംബുലൻസിന്റെ പേരാണ് രക്ഷിത. DRDOയും CRPFും സമാരംഭിച്ച ബൈക്ക് ആംബുലൻസിന്റെ പേര് ഓർക്കണം, രക്ഷിത എന്നതാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഏത് സംസ്ഥാനമാണ് വൺ സ്കൂൾ വൺ IAS എന്ന പദ്ധതി ആരംഭിച്ചത്? കേരളമാണ്. നമ്മുടെ കേരളത്തിലാണ് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് വൺ സ്കൂൾ വൺ IAS എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത്. അന്തരിച്ച കവിയത്രി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായി കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി നാട്ടുമാൻ തോപ്പുകൾ. ചോദിക്കാം, അന്തരിച്ച കവിയത്രി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായിട്ട് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നാട്ടുമാൻ തോപ്പുകൾ. വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക ആരോഗ്യം ഉറപ്പാക്കുക, കായികക്ഷമത ഉയർത്തുക എന്നീ ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്ലേ ഫോർ ഹെൽത്ത്. വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക ആരോഗ്യം ഉറപ്പാക്കുക, കായികക്ഷമത ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്ലേ ഫോർ ഹെൽത്ത്. അയൽക്കൂട്ട അംഗങ്ങളുടെ സുരക്ഷയ്ക്കും പ്രതിസന്ധികളിൽ സഹായം നൽകുന്നതിനുമായി കുടുംബശ്രീ ആരംഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി ജീവൻ ദീപം. ആരാണ് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുന്നത്? കുടുംബശ്രീയാണ്. അയൽക്കൂട്ട അംഗങ്ങളുടെ സുരക്ഷയ്ക്കും പ്രതിസന്ധികളിൽ സഹായം നൽകുന്നു എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കുടുംബശ്രീ ഈ പറയുന്ന ജീവൻ ദീപം എന്ന ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുന്നത്. കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം കൊട്ടാരം മുതൽ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം വരെ 170 കിലോമീറ്റർ പരിധിയിലെ പൈതൃക മന്ദിരങ്ങളുടെ സംരക്ഷണവും പുനർജീവനവും ലക്ഷ്യമിട്ട് ടൂറിസം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ഓർക്കണം, തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പ്രൊജക്ട്. തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പ്രൊജക്ട് എന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം കൊട്ടാരം. അപ്പൊ എവിടെയാണ് ഈ പറയുന്ന പത്മനാഭപുരം കൊട്ടാരം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കന്യാകുമാരി ജില്ലയിലാണ് എന്ന കാര്യം ഓർക്കുക. അവിടെ മുതൽ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം വരെ 170 കിലോമീറ്റർ പരിധിയിലെ പൈതൃക മന്ദിരങ്ങളുടെ സംരക്ഷണവും പുനരുജ്ജീവനവും ലക്ഷ്യമിട്ടുകൊണ്ട് ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതി തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പ്രൊജക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, അടുത്തിടെ സംസ്ഥാന ആരോഗ്യമന്ത്രി 100 ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസ ധനസഹായം നൽകാൻ ഉത്തരവിട്ടത് ഏതു പദ്ധതി പ്രകാരമാണെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരിക സമന്വയ എന്നാണ്. അടുത്തിടെ സംസ്ഥാന ആരോഗ്യമന്ത്രി 100 ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസ ധനസഹായം നൽകാൻ ഉത്തരവിട്ട പദ്ധതിയുടെ പേര് സമന്വയ. ഒറ്റപ്പെട്ട് കഴിയുന്ന മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ബെൽ ഓഫ് ഫെയ്ത്ത്. ബെൽ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന പദ്ധതി കേരള പോലീസിന്റെ പദ്ധതിയാണ്. ഇത് ആരംഭിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. രോഗികളായ വയോജനങ്ങൾക്ക് മരുന്ന് വീട്ടിലെത്തിച്ച് നൽകുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് കാരുണ്യ അറ്റ് ഹോം എന്ന് പറയുന്ന പദ്ധതി. രോഗികളായ വയോജനങ്ങൾക്ക് മരുന്ന് വീട്ടിലെത്തിച്ച് നൽകുന്നതിനായിട്ട് ആവിഷ്കരിച്ച പദ്ധതി കാരുണ്യ അറ്റ് ഹോം. മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന അഭ്യസ്ത വിദ്യർക്ക് പരിശീലനം നൽകുന്നതിന് സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള റൂട്രോണിക്സ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിജയവീതി. വിജയവീതി എന്ന് പറയുന്ന പദ്ധതി മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന അഭ്യസ്ത വിദ്യർക്ക് പരിശീലനം നൽകുന്നതിന് സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള റൂട്രോണിക്സ് നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ന കാര്യം ഓർക്കുക. ചെക്കുകളിൽ നിന്നുള്ള തട്ടിപ്പ് തടയുന്നതിനായി റിസർവ് ബാങ്ക് നടപ്പിലാക്കിയ സംവിധാനമാണ് പോസിറ്റീവ് പേ എന്ന് പറയുന്നത്. ചെക്കുകളിൽ നിന്നുള്ള തട്ടിപ്പ് തടയുന്നതിനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടപ്പിലാക്കിയ സംവിധാനമാണ് പോസിറ്റീവ് പേ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
പട്ടികവർഗക്കാരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനായി ആരംഭിക്കുന്ന പദ്ധതിയാണ് ഹരിതരശ്മി. ഹരിതരശ്മി എന്ന് പറയുന്ന പദ്ധതി പട്ടികവർഗക്കാരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ രഹസ്യമായി പരാതി നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പദ്ധതി അഴിമതി മുക്ത കേരളം. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ രഹസ്യമായിട്ട് പരാതി നൽകുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പദ്ധതിയുടെ പേര് ഓർക്കണം, അഴിമതി മുക്ത കേരളം. പ്രവർത്തനരഹിതമായ കശുവണ്ടി സംസ്കരണ യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് മൂലധന ഗ്രാന്റുകൾ ലഭ്യമാക്കി പ്രവർത്തനം സജ്ജമാക്കുന്നതിനും സംസ്ഥാന വ്യവസായ വകുപ്പ് കൊല്ലം ജില്ലയിൽ ആരംഭിക്കുന്ന പദ്ധതി പുനരുജ്ജീവന പദ്ധതിയാണ്. ഒരു പദ്ധതിയുടെ പേരാണ് പുനരുജ്ജീവന പദ്ധതി. എന്താണ് ഇതിന്റെ ലക്ഷ്യം? പ്രവർത്തനരഹിതമായ കശുവണ്ടി സംസ്കരണ യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് മൂലധന ഗ്രാന്റുകൾ ലഭ്യമാക്കി പ്രവർത്തനം സജ്ജമാക്കുന്നതിനും സംസ്ഥാന വ്യവസായ വകുപ്പ് കൊല്ലം ജില്ലയിൽ ആരംഭിക്കുന്ന പദ്ധതി പുനരുജ്ജീവന പദ്ധതിയാണ്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി വയോമിത്രം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് വയോമിത്രം എന്ന് പറയുന്ന പദ്ധതി. ഇത് മുൻകാല പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ്. വായ്പാ തിരിച്ചടവിൽ മുടക്കം വന്ന ഉപഭോക്താക്കളെ സഹായിക്കുന്നതിനായി സംസ്ഥാന വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അതിജീവനം സമാശ്വാസ പദ്ധതി. വായ്പാ തിരിച്ചടവിൽ മുടക്കം വന്ന ഉപഭോക്താക്കളെ സഹായിക്കുന്നതിനായിട്ട് സംസ്ഥാന വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അതിജീവനം സമാശ്വാസ പദ്ധതി. 2021 ജനുവരിയിൽ സംസ്ഥാന സർക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിലെ അസത്യ പ്രചരണങ്ങൾ തിരിച്ചറിയുന്നതിനും അവബോധം നൽകുന്നതിനായി സ്കൂളുകളിലെ കോളേജുകളിലും നടത്തുന്ന ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടി സത്യമേവ ജയതേ. 2021 ജനുവരിയിൽ സംസ്ഥാന സർക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിലെ അസത്യ പ്രചരണങ്ങൾ തിരിച്ചറിയുന്നതിനും അവബോധം നൽകുന്നതിനായിട്ട് സ്കൂളുകളിലും കോളേജുകളിലും നടത്തുന്ന ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടിയുടെ പേരെന്താണ്? സത്യമേവ ജയതേ. സംസ്ഥാനത്തെ അവിവാഹിതരായ അമ്മമാരുടെ ക്ഷേമത്തിനായിട്ട് സാമൂഹ്യ സുരക്ഷ ആരംഭിച്ച പദ്ധതി സ്നേഹസ്പർശം. സംസ്ഥാനത്തെ അവിവാഹിതരായ അമ്മമാരുടെ ക്ഷേമത്തിനായി സാമൂഹിക സുരക്ഷ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം എന്നത്. വൈദ്യുതി ഉപയോഗവും ചെലവും ഗണ്യമായി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വീടുകളിലെ സാധാരണ ഫിലമെന്റ് ബൾബുകൾ മാറ്റി LED ബൾബുകൾ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുന്നതിനായി KSEBയും എനർജി മാനേജ്മെന്റ് സെന്ററും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഫിലമെന്റ് രഹിത കേരളം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തെരുവ് വിളക്കുകൾ പൂർണ്ണമായും LED ആക്കി മാറ്റാനുള്ള പദ്ധതിയാണ് നിലാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ 2 പദ്ധതികൾ ഓർത്തിരിക്കണം. ഒന്ന് ഫിലമെന്റ് രഹിത കേരളം, മറ്റൊന്ന് നിലാവ് എന്ന് പറയുന്ന പദ്ധതി. വൈദ്യുതി ഉപയോഗവും അതുപോലെ തന്നെ ചെലവും ഒക്കെ ഗണ്യമായിട്ട് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വീടുകളിലെ സാധാരണ ഫിലമെന്റ് ബൾബുകളൊക്കെ മാറ്റിയിട്ട് എന്താക്കുകയാണ്? LED ബൾബുകളാക്കിയിട്ട് മാറ്റുകയാണ്. ഇത് ആരൊക്കെ തമ്മിലാണ് ഈ ഒരു പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്? KSEBയും അതുപോലെ തന്നെ എനർജി മാനേജ്മെന്റ് സെന്ററുമാണ് ഈ ഒരു പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന. ഈ ഒരു പദ്ധതിയുടെ പേര് ഫിലമെന്റ് രഹിത കേരളം എന്നാണ്. ഇനി തെരുവ് വിളക്കുകൾ പൂർണ്ണമായിട്ടും LED ആക്കി മാറ്റാനുള്ള ഒരു പദ്ധതിയാണ് നിലാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വീട്, വിദ്യാലയം, സാമൂഹ്യ ചുറ്റുപാട് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം കുട്ടികൾ സുരക്ഷിതരായിരിക്കാനും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും തടയുവാനും സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ഓർത്തിരിക്കണം, ബാലസൗഹൃദ കേരളം. ബാലസൗഹൃദ കേരളം എന്ന് പറയുന്ന പദ്ധതി ആരുടെ നേതൃത്വത്തിലാണെന്ന് വെച്ചാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്. ഇതെന്ന് പറയുന്നത് വീട്, വിദ്യാലയം, സാമൂഹ്യ ചുറ്റുപാട് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം കുട്ടികൾ സുരക്ഷിതരായിരിക്കുവാനും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും തടയുവാനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ബാലസൗഹൃദ കേരളം. ലോക്ക്ഡൌൺ കാലത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ തുടർ പരിശീലനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സാമൂഹ്യ നീതി വകുപ്പും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മനഃശാസ്ത്ര വിഭാഗവും സംയുക്തമായി CDMRPക്ക് കീഴിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ പേരാണ് വീട്ടിൽ ഒരു വിദ്യാലയം. വീട്ടിൽ ഒരു വിദ്യാലയം എന്ന് പറയുന്ന പദ്ധതി ലോക്ക്ഡൌൺ കാലത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ തുടർ പരിശീലനം ഉറപ്പുവരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. സാമൂഹിക നീതി വകുപ്പും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മനഃശാസ്ത്ര വിഭാഗവും ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് നടപ്പിലാക്കുന്നത് CDMRPക്ക് കീഴിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഇന്ത്യയെ ആഗോള കളിപ്പാട്ട നിർമ്മാണ ഹബ്ബായി മാറ്റുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ടോയ്ക്കത്തോൺ. ടോയ്ക്കത്തോൺ എന്ന് പറയുന്നത് ഇന്ത്യയെ ആഗോള കളിപ്പാട്ട നിർമ്മാണ ഹബ്ബാക്കി മാറ്റുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2021 ജനുവരിയിൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആരംഭിച്ച e-commerce പോർട്ടലിന്റെ പേര് ഓർക്കണം, ekhadiindia.com. ekhadiindia.com എന്ന് പറയുന്ന പോർട്ടൽ 2021 ജനുവരിയിൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ
ആരംഭിച്ചിരിക്കുന്ന കൊമേഴ്സ് പോർട്ടലാണെന്ന കാര്യം ഓർക്കുക. അയൽക്കൂട്ട അംഗങ്ങളുടെ സുരക്ഷയ്ക്കും പ്രതിസന്ധികളിൽ സഹായം നൽകുന്നതിനുമായി LICയുടെയും സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിന്റെയും സഹകാര്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവൻ ദീപം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുപോയ ഒരു കാര്യമാണ്, ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെട്ടതാണ്. അയൽക്കൂട്ട അംഗങ്ങളുടെ സുരക്ഷയ്ക്കും പ്രതിസന്ധികളിൽ സഹായം നൽകുന്നതിനുമായിട്ട് LICയുടെയും സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിന്റെയും സഹകരണത്തോടെ കുടുംബശ്രീ ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവൻ ദീപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാർഷിക സഞ്ജീവനി വാൻ ആരംഭിച്ച സംസ്ഥാനം കർണാടകയാണ്. കാർഷിക സഞ്ജീവനി വാൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക കർണാടകയാണ്. വാട്സാപ്പിൽ ബാങ്കിംഗ് സർവീസുകൾ ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. വാട്സാപ്പിൽ ബാങ്കിംഗ് സർവീസുകൾ 2021 ജനുവരി മാസത്തിൽ ആരംഭിച്ച ബാങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക ബാങ്ക് ഓഫ് ബറോഡയാണ്. ജനവാസ കേന്ദ്രത്തിൽ എത്തുന്ന പാമ്പുകളെ സംരക്ഷിതമായി അവയുടെ ആവാസ വ്യവസ്ഥയിൽ എത്തിക്കാനും പൊതുജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാനുമായി കേരള വനം വകുപ്പ് ആവിഷ്കരിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ സർപ്പ ആപ്പ്. ഓർത്തിരിക്കാൻ സിമ്പിളാണ്. സർപ്പ ആപ്പ് എന്ന് പറയുന്നത് എന്താണ്? ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്ന പാമ്പുകളെ സുരക്ഷിതമായിട്ട് അവയുടെ ആവാസ വ്യവസ്ഥയിൽ എത്തിക്കാനും പൊതുജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാനുമായി കേരള വനം വകുപ്പായി ആവിഷ്കരിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് സർപ്പ ആപ്പ് എന്ന കാര്യം ഓർക്കുക. സ്മോൾ ഫിനാൻസ് ബാങ്കായി മാറുന്ന ഇന്ത്യയിലെ ആദ്യ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കാണ് ശിവാലിക് മെർക്കൻഡൈൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഉത്തർപ്രദേശിലെ ശിവാലിക് മെർക്കൻഡൈൽ കോഓപ്പറേറ്റീവ് ബാങ്കാണ് സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് മാറുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ റോറോ സർവീസ് ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ റോറോ സർവീസ് ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനം കേരളമാണ്. 2021 ജനുവരിയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പൊതുജനാരോഗ്യ രംഗത്തെ മികച്ച മാതൃകാ പദ്ധതിയായി തിരഞ്ഞെടുത്ത കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയാണ് അക്ഷയ കേരളം. പ്രത്യേകം ശ്രദ്ധിക്കുക, 2021 ജനുവരിയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പൊതുജനാരോഗ്യ രംഗത്തെ മികച്ച മാതൃകാ പദ്ധതിയായി തിരഞ്ഞെടുത്ത കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയാണ് അക്ഷയ കേരളം എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തത്, പട്ടികവർഗ വിഭാഗക്കാരുടെ ജീവിത നിലവാരത്തിലും വരുമാനത്തിലും പുരോഗതി ഉറപ്പുവരുത്തുന്നത് ലക്ഷ്യമിട്ട് ഈ ജനവിഭാഗങ്ങളെ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനായി ഇടുക്കി ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് ഹരിതരശ്മി. പട്ടികവർഗ വിഭാഗക്കാരുടെ ജീവിത നിലവാരത്തിലും വരുമാനത്തിലും ഒക്കെ പുരോഗതി ഉറപ്പുവരുത്തുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ജനവിഭാഗങ്ങളെ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് എവിടെ ആരംഭിച്ചിരിക്കുന്നു? ഇടുക്കി ജില്ലയിലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഈ ഒരു പദ്ധതിയുടെ പേരാണ് ഹരിതരശ്മി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2021 ജനുവരിയിൽ പ്രകൃതി സൗഹൃദ ഗാർഹിക നിർമ്മാണത്തിന് പ്രോത്സാഹനം നൽകുന്നതിന്റെ ഭാഗമായി ഒറ്റത്തവണ കെട്ടിട നികുതിയിൽ നിശ്ചിത ശതമാനം ഇളവ് നൽകുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഗ്രീൻ റിബേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗ്രീൻ റിബേറ്റ് എന്ന് പറയുന്ന പദ്ധതി 2021 ജനുവരിയിൽ പ്രകൃതി സൗഹൃദ ഗാർഹിക നിർമ്മാണത്തിന് പ്രോത്സാഹനം നൽകുന്നതിന്റെ ഒക്കെ ഭാഗമായി ഒറ്റത്തവണ കെട്ടിട നികുതിയിൽ നിശ്ചിത ശതമാനം ഇളവ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗ്രീൻ റിബേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഏതു മിസൈലാണ് സുഹൃത്ത് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ കേന്ദ്രമന്ത്രി സഭ അനുമതി നൽകിയെന്നാണ് നമ്മുടെ ചോദ്യം. ആകാശ് മിസൈലാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലാണ് ആകാശ് മിസൈൽ. ഇത് സുഹൃത്ത് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് കേന്ദ്രമന്ത്രിസഭ 2021 ജനുവരിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അനുമതി നൽകിയിട്ടുണ്ട്. 2021 നടക്കാൻ പോകുന്ന ഇന്ത്യ നാവിക സേനയുടെ ഏറ്റവും വലിയ കോസ്റ്റൽ ഡിഫൻസ് എക്സസൈസ് ആണ് സീ വിജിൽ 21. സീ വിജിൽ 21 എന്ന് പറയുന്നത് 2021 നടക്കാൻ പോകുന്ന ഇന്ത്യൻ നാവിക സേനയുടെ ഏറ്റവും വലിയ കോസ്റ്റൽ ഡിഫൻസ് എക്സസൈസ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. ലോകത്തെ ആദ്യത്തെ സാർവത്രിക ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ശക്തി വികസിപ്പിച്ചത് ഇന്ത്യൻ ആർമിയാണ്. ലോകത്തെ ആദ്യത്തെ സാർവത്രിക ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിന്റെ പേര് ഓർത്തിരിക്കണം, ശക്തിയാണ്. ഇത് വികസിപ്പിച്ചത് നമ്മുടെ ഇന്ത്യൻ ആർമിയാണ്. US ആർമിയുടെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് രാജ് അയ്യർ. US ആർമിയുടെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ് അയ്യർ ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ 10th പ്രിലിം എക്സാമിനേഷനിൽ വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ വംശജർ പ്രധാനപ്പെട്ട പദവികളിലൊക്കെ നിയമിതനായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് +2 പ്രിലിംസിലാണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഒക്കെ ആവർത്തിച്ച് ചോദിക്കാം, പ്രത്യേകം നോട്ട് ചെയ്യണം. US ആർമിയുടെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി നിയമിതനായ ഇന്ത്യൻ വംശജന്റെ പേര് ഓർക്കണം, രാജ് അയ്യർ ആണ്. DRDOയും കരസേനയും അടുത്തിടെ സംയുക്തമായി വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ കൈത്തോക്കാണ് അസ്മി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അസ്മി എന്ന് പറയുന്നത് DRDOയും
കരസേനയും അടുത്തിടെ സംയുക്തമായിട്ട് വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ കൈത്തോക്കിന്റെ പേരാണ് അസ്മി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കരുത്തൂറ്റത് എന്നാണ് അസ്മി എന്ന ആ ഒരു പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്. അസ്മി എന്ന വാക്കിന്റെ അർത്ഥം കരുത്തൂറ്റത് എന്നതാണെന്ന് കാര്യം ഓർക്കുക. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ പ്രദർശനം നടത്തിയ രാജ്യം ഉത്തര കൊറിയയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ പ്രദർശനം നടത്തിയ രാജ്യം ചോദിച്ചാൽ ഉത്തര കൊറിയയാണ്. അവിടുത്തെ ആ ഒരു മിസൈലിന്റെ പേരാണ് പുക്ക്സോങ് 5 എന്ന് പറയുന്നത്. പുക്ക്സോങ് 5 എന്ന് പറയുന്നതാണ് ആ ഒരു മിസൈലിന്റെ പേരെന്ന കാര്യം ഓർക്കുക. ഇന്ത്യൻ കരസേന, വ്യോമസേന, നാവികസേന, തീരസംരക്ഷണ സേന എന്നിവ ഉൾപ്പെടുന്ന സൈനിക അഭ്യാസത്തിന്റെ പേരാണ് കവച്. ഇന്ത്യയുടെ നാവികസേനയും കരസേനയും തീരസേനയും ഒക്കെ സംയുക്തമായിട്ട് നടത്തിയ ഒരു നാവിക അഭ്യാസമാണ് കവച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തിടെ കനത്ത മൂടൽമഞ്ഞിന്റെ സാഹചര്യത്തിൽ രാജസ്ഥാനിലേക്കുള്ള നുഴഞ്ഞുകയറ്റം തടയുവാനായി ഓപ്പറേഷൻ സർദ് ഹവ എന്ന ദൗത്യം ആരംഭിച്ചത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. ഓപ്പറേഷൻ സർദ് ഹവ നേതൃത്വം നൽകിയത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞാൽ കടുത്ത മൂടൽമഞ്ഞിന്റെ സാഹചര്യത്തിൽ രാജസ്ഥാനിലേക്കുള്ള നുഴഞ്ഞുകയറ്റം തടയുക എന്നതാണ്. 2021 ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഗുവാഹത്തിയാണെന്ന കാര്യം ഓർക്കുക. ഗുവാഹത്തിയിലാണ് 2021 ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. 2020 ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ചെസ് താരമായി പ്രമുഖ ചെസ് വെബ്സൈറ്റായ chess.com ഇന്ത്യ തെരഞ്ഞെടുത്ത വ്യക്തി നിഹാൽ സരീനാണ്. 2020 ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ചെസ് താരമായിട്ട് പ്രമുഖ ചെസ് വെബ്സൈറ്റാണ് chess.com ഇന്ത്യ അവരെ തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഹാൽ സരീനാണ്. മികച്ച വനിതാ ചെസ് താരമായിട്ട് ഇവരെ തെരഞ്ഞെടുത്തത് കൊനേരു ഹംപിയെയാണെന്ന കാര്യം കൂടി ഓർക്കുക. chess.com ഇന്ത്യ മികച്ച വനിതാ ചെസ് താരമായിട്ട് 2020 തെരഞ്ഞെടുത്തത് കൊനേരു ഹംപിയും അതുപോലെ തന്നെ തെരഞ്ഞെടുത്ത മറ്റൊരു വ്യക്തിയാണ്, ഏറ്റവും മികച്ച ചെസ് താരമായിട്ട് തെരഞ്ഞെടുത്ത വ്യക്തിയാണ് നിഹാൽ സരീൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ദേശീയ കോസ്റ്റൽ റോവിംഗ് അക്കാദമി സ്ഥാപിതമാകുന്നത് ആലപ്പുഴയിലാണ്. ദേശീയ കോസ്റ്റൽ റോവിംഗ് അക്കാദമി എവിടെയാണ് സ്ഥാപിതമാകുന്നത്? ആലപ്പുഴയിലാണ്. ഒളിമ്പിക്സിൽ പുതുതായി ഉൾപ്പെടുത്തിയ മത്സര ഇനമാണ് കോസ്റ്റൽ റോവിംഗ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ദേശീയ കോസ്റ്റൽ റോവിംഗ് അക്കാദമി സ്ഥാപിതമാകുന്നത് ആലപ്പുഴയിലാണ്. ഒളിമ്പിക്സിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ മത്സര ഇനമാണ് കോസ്റ്റൽ റോവിംഗ്. ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 760 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ഗോളുകൾ നേടുന്ന ഫുട്ബോൾ താരം ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അടുത്തത് ഇന്ത്യയുടെ 67ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ലിയോൺ മെൻഡോക്ക. ഗോവക്കാരനായിട്ടുള്ള ലിയോൺ മെൻഡോക്കയാണ് ഇന്ത്യയുടെ 67ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ. അപ്പൊ ഇന്ത്യയുടെ 67ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ലിയോൺ മെൻഡോക്ക. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇടംകൈ ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റ് എടുത്ത ബോളർ എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യൻ താരമാണ് ആർ അശ്വിൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇടംകൈ ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റ് എടുത്ത ബോളർ എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യൻ താരം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ആർ അശ്വിനാണ്. 2021 4ാമത് ഏഷ്യൻ യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി കുവൈറ്റ് സിറ്റിയാണ്. 2021 4ാമത് ഏഷ്യൻ യൂത്ത് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഉത്തരമായിട്ട് വരിക കുവൈറ്റ് സിറ്റിയാണ്. ICCയുടെ 3 ക്രിക്കറ്റ് ഫോർമാറ്റുകളിലും 50 മത്സരം കളിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരനാണ് രവീന്ദ്ര ജഡേജ. ICCയുടെ 3 ക്രിക്കറ്റ് ഫോർമാറ്റുകളിലും ടെസ്റ്റ് ആണെങ്കിലും ഏകദിനമാണെങ്കിലും T20 ആണെങ്കിലും ഇവിടെ 50 മത്സരം കളിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരമാരെന്ന് വെച്ചാൽ രവീന്ദ്ര ജഡേജയാണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയാണ് CP റിസ്വാൻ. UAE താരമാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. UAEയുടെ ക്രിക്കറ്റ് താരമാണ് CP റിസ്വാൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു മലയാളിയാണ്. അദ്ദേഹം രാജ്യാന്തര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടെന്ന കാര്യം ഓർക്കുക. അടുത്തായിട്ട് പരിചയപ്പെടുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് കരിയറിൽ 6000 റൺസ് നേടുന്ന 11ാമത് ഇന്ത്യൻ താരമാണ് ചേതേശ്വർ പൂജാര. ചേതേശ്വർ പൂജാര ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ 6000 റൺസ് നേടുന്ന 11ാമത്തെ ഇന്ത്യൻ താരം. 2021 ജനുവരി ലോകത്തിലെ ഏറ്റവും ശക്തനായ ബോഡി ബിൽഡർ എന്ന ഖ്യാതിയുള്ള ലാറി വിൽസിന്റെ പഞ്ചഗുസ്തി മത്സരത്തിൽ തോൽപ്പിച്ച മലയാളിയാണ് രാഹുൽ പണിക്കർ. 2021 ജനുവരി ലോകത്തിലെ ഏറ്റവും ശക്തനായ ബോഡി ബിൽഡർ എന്ന ഖ്യാതിയുള്ള ലാറി വിൽസിനെ പഞ്ചഗുസ്തി മത്സരത്തിൽ തോൽപ്പിച്ച മലയാളിയുടെ പേര് ഓർത്തിരിക്കണം, രാഹുൽ പണിക്കർ എന്നതാണെന്ന് കാര്യം ഓർക്കുക. 2022 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 2022 നടക്കുന്ന വനിതാ ഏഷ്യ കപ്പ് ഫുട്ബോളിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. കേരളത്തിലെ ആദ്യ പാരാസെയിലിംഗ് ആരംഭിച്ചത് കോവളത്താണ്. കേരളത്തിലെ ആദ്യ പാരാസെയിലിംഗ് കോവളത്ത്. IPL ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ ആണ്. IPLൽ രാജസ്ഥാൻ റോയൽസ് ടീമിനെയാണ് സഞ്ജു സാംസൺ നയിക്കുന്നത്. അപ്പൊ IPLന്റെ ക്യാപ്റ്റനായ മലയാളി ആരാണ്? സഞ്ജു സാംസൺ ആണെന്ന കാര്യം ആദ്യത്തെ മലയാളിയാണ്. രാജസ്ഥാൻ റോയലിന്റെ ക്യാപ്റ്റനായിട്ടാണ് അദ്ദേഹം വരുന്നത്.
അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പുതിയിനം മരച്ചീനിയാണ് ശ്രീരക്ഷ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്രീകാര്യം ആസ്ഥാനമായിട്ടുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനി ഇനത്തിന്റെ പേര് ശ്രീരക്ഷ. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആപ്തവാക്യം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, ലിബറേഷൻ ത്രൂ എഡ്യൂക്കേഷൻ എന്നാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആപ്തവാക്യം. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലം ആസ്ഥാനമായിട്ട് വന്നിട്ടുള്ള കേരളത്തിലെ തന്നെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇതിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. 2021 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത കേരള സ്റ്റേറ്റ് IT മിഷൻ, അക്ഷയ പ്രൊജക്ട് എന്നിവയുടെ ആസ്ഥാന മന്ദിരം സാങ്കേതിക എന്ന പേരിൽ അറിയപ്പെടുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ് ഇത് സ്ഥിതി ചെയ്യപ്പെടുന്നത്. സാങ്കേതിക എന്ന ആസ്ഥാന മന്ദിരത്തിന്റെ പേര്, അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ്. ഒന്നാമത്തെ ചോദ്യം, COVID-19 പശ്ചാത്തലത്തിൽ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനായി കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഡാറ്റ കാർഡ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക തമിഴ്നാടാണ്. COVID-19 പശ്ചാത്തലത്തിൽ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനായിട്ട് കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഡാറ്റ കാർഡ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തമിഴ്നാടാണ്. നബാർഡിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ആദ്യത്തെ കാർഷിക വിപണന കേന്ദ്രമായ ഫാംശ്രീ അഗ്രോമാർട്ട് പ്രവർത്തനം ആരംഭിച്ചത് കാക്കനാട്, എറണാകുളം ജില്ലയിലെ കാക്കനാട്. നബാർഡിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ആദ്യത്തെ കാർഷിക വിപണന കേന്ദ്രമായിട്ടുള്ള ഫാംശ്രീ അഗ്രോമാർട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് എറണാകുളം ജില്ലയിലെ കാക്കനാടാണ്. ഇതേപോലെ തന്നെ നബാർഡിന്റെ കീഴിലുള്ള നാബ് ഫൗണ്ടേഷന്റെ കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സാനിറ്ററി നാപ്കിൻ യൂണിറ്റ് നിലവിൽ വന്നത് മാരാരിക്കുളം, ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്താണ് നബാർഡിന്റെ കീഴിലുള്ള നാബ് ഫൗണ്ടേഷന്റെ കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സാനിറ്ററി നാപ്കിൻ യൂണിറ്റ് നിലവിൽ വന്നത്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് അടുത്തിടെ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറിയുടെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ സ്ഥാപനം എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് കേരള ഹൈവേ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. കേരള ഹൈവേ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറിയുടെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ സ്ഥാപനം. ഇത്തരത്തിലൊരു അംഗീകാരം ഈ പറയുന്ന നാഷണൽ ഹൈവേ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ലഭിക്കുന്നതോടുകൂടി സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏക അക്രഡിറ്റഡ് സിവിൽ എഞ്ചിനീയറിംഗ് ലബോറട്ടറി ആയിട്ട് ഇത് മാറുകയാണ്. കേരള ഹൈവേ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് മാറുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റിന്റെ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി ആയിട്ട് നിയമിതയായ ഇന്ത്യൻ വംശജയാരെന്ന് ചോദിച്ചാൽ സബ്രീന സിംഗ് ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റിന്റെ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി ആയിട്ട് നിയമിതയായ ഇന്ത്യൻ വംശജയുടെ പേര് ഓർത്തിരിക്കണം, സബ്രീന സിംഗ്. 2021 കേരള സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനമായ രാജാ രവിവർമ്മ ആർട്ടിസ്റ്റ് സ്ക്വയർ നിലവിൽ വരുന്നത് കിളിമാനൂരാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2021 കേരള സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനമായിരുന്നു രാജാ രവിവർമ്മ ആർട്ടിസ്റ്റ് സ്ക്വയർ. ഇത് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിളിമാനൂർ എന്ന സ്ഥലത്താണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 2021 ജനുവരിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനവും തത്വചിന്തകളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സർവകലാശാല മുംബൈ യൂണിവേഴ്സിറ്റിയാണ്. 2021 ജനുവരിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനവും തത്വചിന്തയും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സർവകലാശാല എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മുംബൈ യൂണിവേഴ്സിറ്റി ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഡെപ്യൂട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഈ അടുത്ത് നിയമിതനായ വ്യക്തിയാണ് ഉമേഷ് സിൻഹ. ഡെപ്യൂട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായ വ്യക്തി ഉമേഷ് സിൻഹയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യ വനിതാ ചെയർമാൻ ആരെന്ന് വെച്ചാൽ സോമ മൊണ്ടാലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒന്നാണ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യത്തെ വനിതാ ചെയർമാനാണ്. അവിടെ ഓർത്തിരിക്കണം സോമ മൊണ്ടാൽ എന്ന ഒരു പേരും കൂടെ ഓർത്തിരിക്കുക. 2021 ജനുവരിയിൽ സംസ്ഥാന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് മേധാവിയായിട്ട് നിയമിതയായത് ADGP B സന്ധ്യയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 2021 ജനുവരിയിൽ സംസ്ഥാന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് മേധാവിയായിട്ട് നിയമിതയായ വ്യക്തിയുടെ പേര് ഓർത്തിരിക്കണം, ADGP B സന്ധ്യ. സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് നിയമിതനായ ആദ്യ മലയാളിയാണ് V രഞ്ജിത്ത് കുമാർ. ഈ ഒരു പദവിയിലേക്ക് എത്തുന്ന ആദ്യത്തെ മലയാളിയാണ്. സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് ഈ ഒരു പദവിയിലെത്തുന്ന ആദ്യത്തെ മലയാളി ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ V രഞ്ജിത്ത് കുമാർ ആണെന്ന കാര്യം ഓർക്കുക. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഏകീകരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഓർക്കണം, ജയ ജെയ്റ്റ്ലി കമ്മിറ്റി. പെൺകുട്ടികളുടെ വിവാഹപ്രായ ഏകീകരണവുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷന്റെ പേര് ജയ ജെയ്റ്റ്ലി കമ്മിറ്റിയാണ്. സ്റ്റാർട്ടപ്പ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ദേശീയ സ്റ്റാർട്ടപ്പ് ഉപദേശക സമിതിയുടെ അധ്യക്ഷനാണെന്ന് വെച്ചാൽ പീയൂഷ് ഗോയലാണ്. സ്റ്റാർട്ടപ്പ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ദേശീയ സ്റ്റാർട്ടപ്പ് ഉപദേശക സമിതിയുടെ അധ്യക്ഷനാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക പീയൂഷ് ഗോയലാണ്.
അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിനിൽ കാലുകുത്തിയ ആദ്യ ഇന്ത്യൻ സൈനികൻ എന്ന ഖ്യാതിയുള്ള വ്യക്തി നരേന്ദ്രകുമാർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട മറ്റൊരു ചോദ്യമാണ്. അടുത്തിടെ അന്തരിച്ചിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. അവിടെ കാലുകുത്തിയ ആദ്യ ഇന്ത്യൻ സൈനികൻ എന്ന ഖ്യാതിയുള്ള വ്യക്തിയാണ് നരേന്ദ്രകുമാർ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. അവിടെ കാലുകുത്തിയ ആദ്യ ഇന്ത്യൻ സൈനികൻ എന്ന ഖ്യാതിയുള്ള വ്യക്തി നരേന്ദ്രകുമാർ. പരിചയപ്പെടുന്ന അടുത്ത ചോദ്യം, ഫെയിം ഇന്ത്യ ഏഷ്യ പോസ്റ്റ് നടത്തിയ സർവേ പ്രകാരം ഇന്ത്യയിലെ ബെസ്റ്റ് ആക്റ്റീവ് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ദിലീപ് സൈക്കിയ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആസാമിലെ MP ആണ് ദിലീപ് സൈക്കിയ. അദ്ദേഹത്തെയാണ് ഫെയിം ഇന്ത്യ ഏഷ്യ പോസ്റ്റ് നടത്തിയ സർവേ പ്രകാരം ഇന്ത്യയിലെ ബെസ്റ്റ് ആക്റ്റീവ് MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ലോക വിവരങ്ങൾ പറയുന്ന കൗമാരക്കാരനുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അർഹനായ 14 വയസ്സുകാരൻ തേജസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ലോക വിവരങ്ങൾ പറയുന്ന കൗമാരക്കാരനുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അർഹനായ 14 വയസ്സുകാരന്റെ പേര് ഓർത്തിരിക്കണം, തേജസ്. UN ഉപദേശക സമിതിയിൽ അടുത്തിടെ അംഗത്വം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ് ജയന്തി ഘോഷ്. യുണൈറ്റഡ് നാഷൻ ഉപദേശക സമിതിയിൽ അടുത്തിടെ അംഗത്വം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞ ജയന്തി ഘോഷ്. അടുത്ത ചോദ്യം, 2021 ജനുവരിയിൽ ദേശീയ ഗീതമായ വന്ദേമാതരം കണ്ണുകെട്ടിക്കൊണ്ട് പിയാനോയിൽ 57 സെക്കൻഡിൽ വായിച്ച് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 5 വയസ്സുകാരി പ്രകൃതി ബോറയാണ്. 2021 ജനുവരിയിൽ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേമാതരം കണ്ണുകെട്ടിക്കൊണ്ട് പിയാനോയിൽ 57 സെക്കൻഡിൽ വായിച്ച് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 5 വയസ്സുകാരിയുടെ പേര് ഓർത്തിരിക്കുക, പ്രകൃതി ബോറ. ബൈ മെനി എ ഹാപ്പി ആക്സിഡന്റ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് വെച്ചാൽ M ഹമീദ് അൻസാരിയാണ്. നമ്മൾ മുൻപ് നമ്മുടെ ഉപരാഷ്ട്രപതി ആയിരുന്ന, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി പദവിയിൽ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് M ഹമീദ് അൻസാരി. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ബൈ മെനി എ ഹാപ്പി ആക്സിഡന്റ് എന്ന് പറയുന്നത്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പട്ടികവർഗ വിഭാഗത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിക്കും, രാധിക മാധവനാണ്. മലമ്പുഴ പഞ്ചായത്തിലെ പ്രസിഡന്റാണ് രാധിക മാധവൻ. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പട്ടികവർഗ വിഭാഗത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ് രാധിക മാധവൻ. എവിടത്തെയാണ്? മലമ്പുഴ പഞ്ചായത്ത്. സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ടോവിനോ തോമസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ടോവിനോ തോമസ് ആണ്. സ്ത്രീധന വിരുദ്ധ പോരാട്ടത്തിൽ ബ്രാൻഡ് അംബാസിഡർമാർ തന്നെയാണ് ടോവിനോ തോമസ് തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട 2 ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡർ, അതുപോലെ തന്നെ സ്ത്രീധന വിരുദ്ധ പോരാട്ടത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ, രണ്ടും ആര് തന്നെയാണ്? ടോവിനോ തോമസ് ആണ്. കേരള മാരിടൈം ബോർഡ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിതനായത് TP സലീം കുമാറാണ്. കേരള മാരിടൈം ബോർഡ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിതനായത് TP സലീം കുമാർ. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആകുന്നത് മോഹൻലാൽ ആണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ചോദ്യമാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് മാറുന്ന വ്യക്തി ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് മോഹൻലാൽ ആണ്. 2021 ജനുവരിയിൽ നിയമസഭാ സാമാജികനായി 50 വർഷം പൂർത്തിയാക്കിയതിന് കേരള നിയമസഭയുടെ ആദരം ലഭിച്ച വ്യക്തിയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി. 2021 ജനുവരിയിൽ നിയമസഭാ സാമാജികനായിട്ട് 50 വർഷം പൂർത്തിയാക്കിയതിന് കേരള നിയമസഭയുടെ ആദരം ലഭിച്ച വ്യക്തിയാണ് മുൻ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഉമ്മൻചാണ്ടിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കാനുള്ളതാണ് ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ. അവിടെ തന്നെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ലോക ബ്രെയിലി ദിനമാണ്. ജനുവരി 4-ാം തീയതിയാണ് ലോക ബ്രെയിലി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ജനുവരി 4-ാം തീയതി ലോക ബ്രെയിലി ദിനമായിട്ട് ആചരിക്കുന്നു. പ്രവാസി ഭാരതീയ ദിനം എപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി മാസം 9-ാം തീയതിയാണ്. എല്ലാ വർഷവും ജനുവരി 9-ാം തീയതിയാണ് നമ്മുടെ രാജ്യത്ത് പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക ഹിന്ദി ദിനം ജനുവരി 10-ാം തീയതിയാണ്. ജനുവരി 10 ദേശീയ യുവജന ദിനം ജനുവരി 12. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായിട്ടുള്ള ജനുവരി 12 രാജ്യം ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നു. ഇന്ത്യൻ കരസേനാ ദിനം ജനുവരി 15. ജനുവരി 15 ഇന്ത്യൻ കരസേനാ ദിനമാണ്. അതുപോലെ തന്നെ ദേശീയ ബാലികാ ദിനം ജനുവരി 24. ജനുവരി 24 ദേശീയ ബാലികാ ദിനം. അതേ ദിവസം തന്നെയാണ് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനവും. ജനുവരി 24 അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം, ദേശീയ ബാലികാ ദിനം. നവംബർ 11 നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, ദേശീയ വിദ്യാഭ്യാസ ദിനമാണ്. അത് മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. അന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം. ഇവിടെ പരിചയപ്പെടുന്നത് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം ജനുവരി 24. ജനുവരി 25 ദേശീയ ടൂറിസം ദിനമാണ്. ജനുവരി 25 ദേശീയ ടൂറിസം ദിനമാണ്. അതോടൊപ്പം തന്നെ നാഷണൽ വോട്ടേഴ്സ് ദിനം ഏതെന്ന് വെച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ജനുവരി 25-ാം തീയതി തന്നെയാണ്. നാഷണൽ വോട്ടേഴ്സ് ദിനം, അതുപോലെ തന്നെ ദേശീയ ടൂറിസം ദിനം ജനുവരി 25. അന്താരാഷ്ട്ര കസ്റ്റംസ് ദിനം ചോദിച്ചാലും നമ്മുടെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ചോദിച്ചാലും ജനുവരി 26 ആണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം, അന്താരാഷ്ട്ര കസ്റ്റംസ് ദിനം രണ്ടും എന്നാണ് ജനുവരി 26.
കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ചോദിച്ചാൽ ജനുവരി 31. ജനുവരി 31 കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമാണ്. ജനുവരി 31 കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം. ഏറ്റവും ശക്തിയേറിയ റോക്കറ്റ് സിസ്റ്റമായ സ്പേസ് ലോഞ്ച് സിസ്റ്റം ലോഞ്ച് ചെയ്യുന്ന സ്പേസ് ഏജൻസിയാണ് നാസ. അമേരിക്കൻ സ്പേസ് ഏജൻസിയാണ് നാസ. ഏറ്റവും ശക്തിയേറിയ റോക്കറ്റ് സിസ്റ്റമായിട്ടുള്ള സ്പേസ് ലോഞ്ച് സിസ്റ്റം ലോഞ്ച് ചെയ്യുന്ന സ്പേസ് ഏജൻസിയുടെ പേര് നാസ. ചെറി ബ്ലോസം ഫെസ്റ്റിവൽ ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂറാണ്. മണിപ്പൂറാണ് ചെറി ബ്ലോസം ഫെസ്റ്റിവൽ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഏത് ടെലികോം കമ്പനിയാണ് ഇന്ത്യയിൽ ആദ്യമായി 5G നെറ്റ്വർക്ക് വിജയകരമായി പരീക്ഷിച്ചത്? എയർടെല്ലാണ്. എയർടെല്ലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 5G നെറ്റ്വർക്ക് വിജയകരമായിട്ട് പരീക്ഷിച്ചത് എന്ന കാര്യം കൂടി ഓർക്കുക. ഇവിടെ നമ്മൾ തൊട്ടു മുമ്പ് പരിചയപ്പെട്ട മണിപ്പൂർ, ഈ അടുത്ത് ചെറി ബ്ലോസം എന്ന് പറയുന്ന ആ ഒരു ഫെസ്റ്റിവൽ ആരംഭിച്ചിട്ടുള്ള സ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മണിപ്പൂറാണ്. ഈ അടുത്ത് നമ്മൾ പ്രിലിം എക്സാമിൽ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കണം. അടുത്തത് നമ്മൾ പരിചയപ്പെട്ടത് ഏത് ടെലികോം കമ്പനിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 5G നെറ്റ്വർക്ക് ആരംഭിച്ചത്? എയർടെല്ലാണ്. അടുത്തിടെ DRDO വിജയകരമായി പരീക്ഷിച്ച ന്യൂ ജനറേഷൻ ഭൂതല വ്യോമ മിസൈലിന്റെ പേര് ഓർക്കണം. ആകാശ് ന്യൂ ജനറേഷൻ. അതാണ് അടുത്തിടെ DRDO വിജയകരമായി പരീക്ഷിച്ച ന്യൂ ജനറേഷൻ ഭൂതല വ്യോമ മിസൈൽ. പരിചയപ്പെടുന്നത് വരുന്ന പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരൊറ്റ റോക്കറ്റിൽ എത്ര ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചുകൊണ്ടാണ് സ്പേസ് എക്സ് ലോക റെക്കോർഡ് സൃഷ്ടിച്ചത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 143 ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിലെ സ്പേസ് എക്സ് 143 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചുകൊണ്ട് ലോക റെക്കോർഡ് സൃഷ്ടിക്കുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള മൂന്നാമത്തെ IT സേവന ബ്രാൻഡായിട്ട് മാറിയ ഇന്ത്യൻ കമ്പനിയാണ് TCS, ടാറ്റ കൺസൾട്ടിംഗ് സർവീസസ് എന്ന പേര് ഓർത്തിരിക്കുക. 2021 ഫെബ്രുവരിയിൽ ISRO വിക്ഷേപിച്ച കോളേജ് വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത നാനോ ഉപഗ്രഹത്തിന്റെ പേര് ഓർക്കണം. ശ്രീ ശക്തി സാറ്റ് നാനോ ഉപഗ്രഹമാണ്. കോളേജ് വിദ്യാർത്ഥികളാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. 2021 ഫെബ്രുവരിയിൽ ISRO വിക്ഷേപിക്കുകയുണ്ടായി. 2021 G7 ഉച്ചകോടിയുടെ വേദി ബ്രിട്ടനാണ്. G7 ഉച്ചകോടി 2021 വേദി ബ്രിട്ടൻ. 2021 ജനുവരിയിൽ നടന്ന കേലോ ഇന്ത്യ സൻസ്കാർ വിന്റർ സ്പോർട്സ് ആൻഡ് യൂത്ത് ഫെസ്റ്റിവലിന്റെ വേദി സൻസ്കാർ വാലി ലഡാക്കിലെ സൻസ്കാർ വാലിയിലാണ് 2021 ജനുവരിയിൽ നടന്ന കേലോ ഇന്ത്യ സൻസ്കാർ വിന്റർ സ്പോർട്സ് ആൻഡ് യൂത്ത് ഫെസ്റ്റിവലിന്റെ വേദി. 2021 ജനുവരിയിൽ നടക്കുന്ന 33ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി തിരുവനന്തപുരമായിരുന്നു. 2021 ജനുവരിയിൽ നടക്കുന്ന 33ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് ആണ്. അതിന്റെ വേദി തിരുവനന്തപുരമായിരുന്നു. ലിംഗസമത്വത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയാകുന്ന സംസ്ഥാനം കേരളമാണ്. ലിംഗസമത്വത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ വേദി ഏതാണ്? കേരളമാണെന്ന് കാര്യം ഓർക്കുക. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്ക് വൃത്തിയുള്ളതും സുരക്ഷിതവുമായ താമസ സൗകര്യം ഉറപ്പാക്കാൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് ഓർക്കണം. ആലയ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്ക് വൃത്തിയുള്ളതും സുരക്ഷിതവുമായ താമസ സൗകര്യം ഉറപ്പാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ്. ഒന്നാമതായിട്ട് PSC ബുള്ളറ്റിൻ നൽകിയിട്ടുണ്ടായിരുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ DGP ആയ R ശ്രീലേഖ വിരമിച്ചു. അപ്പൊ ഇവിടെ ചോദിക്കാം, സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ DGP ആയിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് R ശ്രീലേഖയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ DGP R ശ്രീലേഖയാണ്. ISRO ചെയർമാനായിരുന്ന K ശിവൻ കേന്ദ്ര സർക്കാർ 1 വർഷം കൂടി കാലാവധി നീട്ടി നൽകിയതിനെ തുടർന്ന് ചെയർമാനായിട്ട് തുടരും. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ISROയുടെ നിലവിലെ ചെയർമാൻ ആര്? ഉത്തരമായിട്ട് വരേണ്ടത് K ശിവനാണ്. വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെന്ററിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചുവർ ചിത്രം പൂർത്തിയായി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചുവർ ചിത്രം ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വർക്കലയിലെ പെർഫോമിംഗ് ആർട്ട് സെന്ററിലാണെന്ന് കാര്യം ഓർക്കുക. അടുത്തത് പത്മനാഭപുരം കൊട്ടാരം മുതൽ ആറന്മുള ക്ഷേത്രം വരെയുള്ള ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളെ നവീകരിക്കുന്നതിന് തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നു. തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പദ്ധതിയിലൂടെ പത്മനാഭപുരം കൊട്ടാരം മുതൽ ആറന്മുള ക്ഷേത്രം വരെയുള്ള ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളെ നവീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പത്മനാഭപുരം കൊട്ടാരം മുതൽ ആറന്മുള ക്ഷേത്രം വരെയുള്ള ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പദ്ധതി എന്ന കാര്യം ഓർക്കുക. ഇത് നടപ്പിലാക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ പിടികൂടുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട്. ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറയുന്നത് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നവരെ പിടികൂടാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ക്ലിപ്പിൽ നമ്മൾ പ്രധാനമായിട്ട് പരിചയപ്പെട്ടത് സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ DGP ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ R ശ്രീലേഖയാണ്. ISROയുടെ നിലവിലെ ചെയർമാൻ ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ K ശിവനാണ്. വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെന്ററിലെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചുവർ ചിത്രം പൂർത്തിയായെന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പദ്ധതി നമ്മൾ പരിചയപ്പെട്ടു. പത്മനാഭപുരം കൊട്ടാരം മുതൽ ആറന്മുള ക്ഷേത്രം വരെയുള്ള ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളെ നവീകരിക്കുക എന്നതാണ് അതിൻ്റെ കൂടെ ലക്ഷ്യം വെക്കുന്നത്. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയായിട്ട് സംസ്ഥാന സർക്കാർ അവരെ പിടിക്കുവാനൊക്കെ ആയിട്ട് തുടക്കം കുറിച്ച ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് എന്ന കാര്യം ഓർക്കുക.
അടുത്തത് പോർച്ചുഗൽ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗ്ലോബ് സോക്കർ പ്ലെയർ ഓഫ് ദ സെഞ്ചുറി പുരസ്കാരം ലഭിച്ചു. 2021 പ്രഖ്യാപിച്ച 2000 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലെ ഫുട്ബോൾ താരങ്ങളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് അത് പ്രഖ്യാപിച്ച ഒരു പുരസ്കാരമാണ് ഗ്ലോബ് സോക്കർ പ്ലെയർ ഓഫ് ദി സെഞ്ചുറി പുരസ്കാരം. അത് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് പോർച്ചുഗൽ താരമായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കാണെന്ന് കാര്യം ഓർക്കുക. പോർച്ചുഗൽ താരമായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കാണ് ഗ്ലോബ് സോക്കർ പ്ലെയർ ഓഫ് ദി സെഞ്ചുറി പുരസ്കാരം ലഭിച്ചതെന്ന കാര്യം ഓർക്കുക. 2000 മുതൽ 2020 കാലഘട്ടം വരെയുള്ള ഫുട്ബോൾ താരങ്ങളെയൊക്കെ പരിഗണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചത്. അത് ലഭിച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കാണ്. 2011-2020 വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡിന് വിരാട് കോഹ്ലി അർഹനായി. ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് 2021 പ്രഖ്യാപിക്കുന്നു. ആ ഒരു അവാർഡ് ലഭിച്ചത് വിരാട് കോഹ്ലിക്കാണ്. 2011 മുതൽ 2020 വർഷകാലങ്ങളിലെ ക്രിക്കറ്റ് താരത്തെയൊക്കെ പരിഗണിച്ചുകൊണ്ട് നടത്തിയ ഒരു പുരസ്കാരമായിരുന്നു ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ്. അത് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിരാട് കോഹ്ലിക്കാണെന്ന കാര്യം ഓർക്കുക. ICC 2011-2020 പതിറ്റാണ്ടിലെ മികച്ച താരമായിട്ടാണ് ആരെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? വിരാട് കോഹ്ലിയെ തെരഞ്ഞെടുത്തത്. അപ്പോൾ ICC 2011-20 കാലഘട്ടത്തിലെ ആ ഒരു പതിറ്റാണ്ടിലെ മികച്ച താരമായിട്ട് തെരഞ്ഞെടുത്ത താരമാര്? അതിലൂടെ ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡിന് അർഹനായ താരമാരെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള വിരാട് കോഹ്ലിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏറ്റവും മികച്ച T20 ക്രിക്കറ്റ് താരമായിട്ട് തെരഞ്ഞെടുത്തത് റാഷിദ് ഖാനെയാണ്. അഫ്ഗാനിസ്ഥാൻ താരമാണ് റാഷിദ് ഖാൻ. അദ്ദേഹത്തെയാണ് ഈ ഒരു അവാർഡിലെ ഏറ്റവും മികച്ച T20 ക്രിക്കറ്റ് താരമായിട്ട് തെരഞ്ഞെടുത്തത്. ഏറ്റവും മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് താരമായിട്ട് വരുന്നത് സ്റ്റീവ് സ്മിത്ത് ആണ്. ഓസ്ട്രേലിയയുടെ സ്റ്റീവ് സ്മിത്ത് ആണ് ഏറ്റവും മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് താരമായിട്ട് തെരഞ്ഞെടുത്തത്. ദശകത്തിലെ മികച്ച താരം ഏകദിനം T20 താരം വനിതാ ക്രിക്കറ്ററായ വ്യക്തി എലീന പെറിയാണ്. അതായത് വനിതാ ക്രിക്കറ്റ് വിഭാഗത്തിൽ ഈ പറയുന്ന 2011-20 കാലഘട്ടത്തിലെ മികച്ച ഏകദിനം അതുപോലെ തന്നെ T20 വിഭാഗത്തിലും ഏറ്റവും മികച്ച താരമായിട്ട് തെരഞ്ഞെടുത്തത് ഓസ്ട്രേലിയയുടെ എലീന പെറിയെയാണെന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ 2011-20 കാലഘട്ടങ്ങളെ പരിഗണിച്ചുകൊണ്ട് ആ പതിറ്റാണ്ടിലെ ICC ഏറ്റവും മികച്ച താരമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന വിരാട് കോഹ്ലിയാണ്. അദ്ദേഹത്തിനാണ് ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ലഭിക്കുന്നത്. ഏറ്റവും മികച്ച T20 ക്രിക്കറ്റ് താരമായിട്ട് റാഷിദ് ഖാനെ തെരഞ്ഞെടുത്ത് അഫ്ഗാനിസ്ഥാൻ താരമാണ്. ഏറ്റവും മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് താരമായിട്ട് സ്റ്റീവ് സ്മിത്തിനെയാണ് തെരഞ്ഞെടുത്തത്, ഓസ്ട്രേലിയക്കാരനാണ്. ഇനി വനിതാ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ദശകത്തിലെ മികച്ച താരം ഏകദിനത്തിലും T20യിലും ആര് തന്നെയാണ് വരുന്നത്? എലീന പെറി. അവർ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ടീമിലെ അംഗമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പ്രമുഖ നൃത്ത പണ്ഡിതനും പത്മശ്രീ ജേതാവുമായ സുനിൽ കോത്താരി അന്തരിച്ചു. സുനിൽ കോത്താരി ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രമുഖ നൃത്ത പണ്ഡിതനും അതുപോലെ തന്നെ പത്മശ്രീ ജേതാവുമാണ് സുനിൽ കോത്താരി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ സുനിൽ കോത്താരി പ്രമുഖ നൃത്ത പണ്ഡിതനും പത്മശ്രീ ജേതാവുമാണ്. അദ്ദേഹം ഈ 2021 അന്തരിച്ചു. DRDOയുടെ സയന്റിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് 2018 ഡോക്ടർ ഹേമന്ത് കുമാർ പാണ്ഡെയ്ക്ക് ലഭിച്ചു. 2018 അവാർഡ് 2021 പ്രഖ്യാപിക്കുന്നത്. DRDOയുടെ സയന്റിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് 2018 അത് ലഭിച്ച ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഹേമന്ത് കുമാർ പാണ്ഡെയ്ക്കാണെന്ന കാര്യം ഓർക്കുക. ഡോക്ടർ ഹേമന്ത് കുമാർ പാണ്ഡെയ്ക്കാണ് DRDOയുടെ സയന്റിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് 2018 ലഭിക്കുന്നതെന്ന കാര്യം ഓർക്കുക. പ്രഖ്യാപനം 2020 നടന്നത്. അത് 2021 ആ ഒരു കാലഘട്ടത്തിലാണ് പ്രഖ്യാപനം നടക്കുന്നത്. അപ്പോൾ അത് ലഭിക്കുന്ന ആർക്കാണ്? DRDOയുടെ സയന്റിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് 2018 ലഭിക്കുന്നത് ഡോക്ടർ ഹേമന്ത് കുമാർ പാണ്ഡെയ്ക്കാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഈ ദശകത്തിലെ ഏകദിന T20 ടീമുകളുടെ ക്യാപ്റ്റനായി MS ധോണിയും ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വിരാട് കോഹ്ലിയും തെരഞ്ഞെടുത്തു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICC ഈ ദശകത്തിലെ ഏകദിന ടെസ്റ്റ് ഏകദിന T20 ടീമുകളുടെ ക്യാപ്റ്റൻ ആരാണ്? MS ധോണിയാണ്. ടെസ്റ്റ് ടീമിലേക്ക് വരുമ്പോൾ അവിടെ വിരാട് കോഹ്ലി ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. രാജ്യത്ത് നിലവിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആര്യ രാജേന്ദ്രൻ ചുമതലയേറ്റു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആരാണ്? തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആര്യ രാജേന്ദ്രൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായിട്ട് വരുന്ന രേഷ്മ മറിയം റോയ് ചുമതലയേറ്റു. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയിയാണ്. തൊട്ട് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടു. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ട് വരുന്ന ആരാണ്? ആര്യ രാജേന്ദ്രനാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ രേഷ്മ മറിയം റോയിയാണ്. അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലാണ് അവർ പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കുന്നത്. 2021 ഹരിവരാസനം പുരസ്കാരത്തിന് ഗായകനായ MR വീരമണി രാജു അർഹനായി. 2021 ഹരിവരാസനം പുരസ്കാരം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് MR വീരമണി രാജുവാണ്. ലോക യൂത്ത് ചെസ് അണ്ടർ 18 വിഭാഗത്തിൽ മലയാളി താരമായ നിഹാൽ സരീൻ കിരീടം നേടി. ലോക യൂത്ത് ചെസ് അണ്ടർ 18 വിഭാഗത്തിൽ മലയാളി താരമായിട്ടുള്ള നിഹാൽ സരീൻ 2021 ജനുവരി മാസത്തിലൂടെയൊക്കെ നടന്നപ്പോൾ
കിരീടം നേടിയതാരാണ്? മലയാളി താരമായിട്ടുള്ള നിഹാൽ സരീനാണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, നിഹാൽ സരീൻ ഏത് കായിക വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ചെസ് കളിക്കാരനാണ് നിഹാൽ സരീൻ എന്ന കാര്യം ഓർക്കുക. ലോക യൂത്ത് ചെസ് അണ്ടർ-18 വിഭാഗത്തിൽ മലയാളി താരമായ നിഹാൽ സരീൻ കിരീടം നേടിയെന്ന കാര്യം കൂടി ഓർക്കുക. ഓൺലൈൻ റിലീസ് നടത്തിയ ആദ്യ മലയാള ചിത്രമാണ് സൂഫിയും സുജാതയും. ഈ ഒരു ചിത്രത്തിന്റെ സംവിധായകനായ നാരണിപ്പുഴ ഷാനവാസ് എന്ത് ചെയ്തു? അന്തരിച്ചു എന്ന കാര്യം ഓർക്കുക. നാരണിപ്പുഴ ഷാനവാസ് അന്തരിച്ചു. നാരണിപ്പുഴ ഷാനവാസ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ റിലീസ് നടത്തിയ ആദ്യ മലയാള ചിത്രമാണ് സൂഫിയും സുജാതയും. അതിന്റെ സംവിധായകനാണ് നാരണിപ്പുഴ ഷാനവാസ്. അദ്ദേഹം 2021 ജനുവരിയിൽ അന്തരിച്ചു. പരീക്ഷയ്ക്ക് ചോദിക്കാം. മുതിർന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന മോത്തിലാൽ വോറ അന്തരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന മോത്തിലാൽ വോറ അന്തരിച്ചു. അപ്പോൾ മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയാണ് മോത്തിലാൽ വോറ. അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം അന്തരിച്ചു 2021 ജനുവരിയിൽ. ഒരു ക്ലബിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന പെലെയുടെ റെക്കോർഡിനെ ബാർസലോണയുടെ ലയണൽ മെസ്സി മറികടന്നു. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി ഒരു ക്ലബിന് വേണ്ടി അത് നിലവിലുണ്ടായിരുന്ന പെലെയായിരുന്നു. അത് ആര് മറികടക്കുകയാണ്? ബാർസലോണയുടെ ലയണൽ മെസ്സി മറികടന്നു എന്ന കാര്യം ഓർക്കുക. ആ ഒരു റെക്കോർഡ് മറികടന്നു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ കേരളം. ഈ കേരളം എന്ന് പറയുന്ന പദ്ധതി സംസ്ഥാനത്ത് സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. 2021 നടക്കുന്ന 33ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് തിരുവനന്തപുരമാണ് വേദിയാവുന്നത്. 2021 എത്രാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് നടക്കുന്നത്? 33ാമത്. അതിന്റെ വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ 12 സ്ഥാനവും കേരളം നിലനിർത്തി. കേരളത്തിലെ 13 ആശുപത്രികൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിക്കുകയും ചെയ്തു. ഗുണനിലവാരം ലഭിച്ച ഏറ്റവും കൂടുതൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ജില്ല കണ്ണൂരാണ്. 20 ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ 12 സ്ഥാനത്തും കേരളമാണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ 13 ആശുപത്രികൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിക്കുകയും ചെയ്തു. ഗുണനിലവാരം ലഭിച്ച ഏറ്റവും കൂടുതൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ജില്ല ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കണ്ണൂരാണെന്ന കാര്യം ഓർത്തിരിക്കുക. 20 ആരോഗ്യ കേന്ദ്രങ്ങളാണ് അവിടെ നിന്നുള്ളതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത പരിചയപ്പെടുന്നത് കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൽസ, ഇറാഡിക്കേഷൻ ഓഫ് ലിപ്രോസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എൽസ എന്നാണ് നേരം ഓർക്കുക. പൂർണ്ണരൂപം ഇറാഡിക്കേഷൻ ഓഫ് ലിപ്രോസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന വന്യമൃഗങ്ങളുടെ അനിമൽ ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കേരളത്തിൽ വയനാട് ജില്ലയിലാണ് നിലവിൽ വരുന്നത്. വന്യമൃഗങ്ങൾക്കുള്ള അനിമൽ ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കേരളത്തിൽ നിലവിൽ വയനാട് ജില്ലയിലാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് സുഖ്ബീർ സിംഗ് സന്ധു വീണ്ടും നിയമിതനായെന്ന കാര്യം ഓർക്കുക. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് 2021 ജനുവരിയിൽ വീണ്ടും നിയമിതനായ വ്യക്തി ചോദിച്ചാൽ സുഖ്ബീർ സിംഗ് സന്ധു ആണ്. 2020 BBC സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡിനായി ലൂയിസ് ഹാമിൽട്ടനെ തെരഞ്ഞെടുത്തു. 2020 BBC സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് 2021 ജനുവരി പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുത്ത വ്യക്തി ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായിക താരമായിട്ടുള്ള കാർ റേസിംഗിലൊക്കെ പ്രഗത്ഭനായിട്ടുള്ള ലൂയിസ് ഹാമിൽട്ടൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഹാർമണി ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ മദർ തെരേസ പുരസ്കാരത്തിന് ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ അർഹയായി. മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള KK ശൈലജ ടീച്ചർക്കാണ് 2021 പ്രഖ്യാപിച്ച ഹാർമണി ഫൗണ്ടേഷന്റെ മദർ തെരേസ പുരസ്കാരം ലഭിച്ചെന്ന കാര്യം ഓർക്കുക. കോഴിക്കോട് ജില്ലയിൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയ രോഗമാണ് ഷിഗല്ല. ഷിഗല്ല രോഗം അടുത്തിടെ ഏത് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തെന്ന് ചോദിക്കാം. കോഴിക്കോട് ജില്ലയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവറില്ലാ മെട്രോ സർവീസ് ഡൽഹിയിൽ നിലവിൽ വരും. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ലാ മെട്രോ സർവീസ് നിലവിൽ വരുന്നത് ഡൽഹിയിലാണ്. നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2020 ONV സാഹിത്യ പുരസ്കാരത്തിന് ഡോക്ടർ M ലീലാവതി അർഹയായി. ഇപ്പോൾ 2020 ONV സാഹിത്യ പുരസ്കാരം നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്നതാണ്. അത് ലഭിച്ചത് 2021 പ്രഖ്യാപിച്ചപ്പോൾ ഡോക്ടർ M ലീലാവതിക്കാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ലാ മെട്രോ സർവീസ് എവിടെ വരുന്നത്? ഡൽഹിയിലാണെന്ന് കാര്യം ഓർക്കുക. കോഴിക്കോട് ജില്ലയിൽ അടുത്ത് റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയ രോഗമാണ് ഷിഗല്ല. അപ്പോൾ ഷിഗല്ല എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണെന്ന് കാര്യം ഓർക്കുക. ഇനി അടുത്തത് കേരളത്തിലെ അടുത്ത ചീഫ് സെക്രട്ടറി നിലവിൽ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിലെ VP ജോയി ആണ്. VP ജോയി ആണ് നിലവിൽ കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ളത്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളം തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനം ഏതാണ്? കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷനായിട്ട് SH പഞ്ചാബ കേശവൻ നിയമിതനായി. SH പഞ്ചാബ കേശവനാണ് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സംസ്ഥാന കമ്മീഷനായിട്ട് നിയമിതനായ വ്യക്തി എന്ന കാര്യം ഓർത്തിരിക്കുക.
ഇനി അടുത്തത് ഖത്തറിലെ തലസ്ഥാനമായിട്ടുള്ള ദോഹ 2023 ഏഷ്യൻ ഗെയിംസിന്റെ വേദിയാകും. 2023 ഏഷ്യൻ ഗെയിംസിന്റെ വേദിയാകുന്നത് ഖത്തറിലെ തലസ്ഥാനമായിട്ടുള്ള ദോഹയാണ്. അപ്പോൾ 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഖത്തറിൽ വെച്ചിട്ടാണ്. അതിന്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ വെച്ചിട്ടാണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഫിക്കി ഇതിന്റെ പ്രസിഡന്റായിട്ട് ഉദയ് ശങ്കർ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഫിക്കിയുടെ പ്രസിഡന്റ് ഉദയ് ശങ്കറാണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നതാണ് അതിന്റെ പൂർണ്ണ രൂപം. പ്രശസ്ത ചലച്ചിത്ര താരം അനിൽ നെടുമങ്ങാട് അന്തരിച്ചു. പ്രശസ്ത ചലച്ചിത്ര താരമായിട്ടുള്ള അനിൽ നെടുമങ്ങാട് അന്തരിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. 2021 ജനുവരി 15 ഇറങ്ങിയ PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ ഇവിടെയായിരുന്നു. ഫാബ് ലാബ് കൊച്ചിയിൽ സ്ഥാപിതമാകുമെന്നതായിരുന്നു ഒന്നാമത്തെ വാർത്തയായിട്ട് നൽകിയത്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് കൊച്ചിയിൽ സ്ഥാപിതമാകുമെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ കോട്ടയത്ത് കേരള സാഹിത്യ മ്യൂസിയവും, പാലക്കാട് കേരള സാംസ്കാരിക മ്യൂസിയവും, തിരുവനന്തപുരത്ത് രാജാ രവിവർമ്മ ആർട്ട് ഗാലറി, അതുപോലെ തന്നെ കണ്ണൂരിലെ കൈത്തറി മ്യൂസിയം, കാര്യവട്ടത്ത് അന്താരാഷ്ട്ര പുരാരേഖ പൈതൃക കേന്ദ്രം എന്നിവ സ്ഥാപിക്കുമെന്ന് പറയുന്നു. അതിൽ തന്നെ എവിടെയാണ് ഈ പറയുന്ന കേരള സാഹിത്യ മ്യൂസിയം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോട്ടയത്താണ്. കേരള സാംസ്കാരിക മ്യൂസിയം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാടാണ്. രാജാ രവിവർമ്മ ആർട്ട് ഗാലറി വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം, അതുപോലെ തന്നെ കൈത്തറി മ്യൂസിയം ചോദിക്കുകയാണെങ്കിൽ കണ്ണൂർ, അന്താരാഷ്ട്ര പുരാരേഖ പൈതൃക കേന്ദ്രം എവിടെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യവട്ടത്താണ്. വരുമ്പോൾ പരീക്ഷയിൽ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഓർത്തിരിക്കുക. 2023 ഏഷ്യ കപ്പിന് വേദിയാവുന്നത് ചൈനയാണ്. ചൈനയിലാണ് 2023 ഏഷ്യ കപ്പ് നടക്കുന്നത്. കേരള സാമൂഹ്യ സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് വരുന്നത് ടോവിനോ തോമസ് ആണ്. 2021 ജനുവരിയിൽ ടോവിനോ തോമസിന് കേരള സാമൂഹ്യ സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിച്ചു. കവിയും ഗാനരചയിതാവുമായിട്ടുള്ള അനിൽ പനച്ചൂരാൻ അന്തരിച്ചു. അനിൽ പനച്ചൂരാൻ അന്തരിച്ചു 2021 ജനുവരിയിൽ. ആരാണ് അനിൽ പനച്ചൂരാൻ? ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ കവിയും ഗാനരചയിതാവുമാണ്. അമേരിക്കൻ ആർമിയുടെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് ഇന്ത്യൻ അമേരിക്കൻ വംശനായിട്ടുള്ള രാജ് അയ്യർ നിയമിതനായി. 2021 ജനുവരിയിൽ അമേരിക്കൻ ആർമിയുടെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ ചോദിച്ചാൽ രാജ് അയ്യറാണ്. അക്ഷയ കേരളം പദ്ധതി കേന്ദ്ര സർക്കാർ പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്ത് മികച്ച മാതൃകാ പദ്ധതിയായിട്ട് തിരഞ്ഞെടുത്തു 2021 ജനുവരിയിൽ. 2021 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ പൊതുജനാരോഗ്യ മേഖലയിലെ മികച്ച മാതൃകാ പദ്ധതിയായി തിരഞ്ഞെടുത്ത കേരളത്തിലെ പദ്ധതി ചോദിച്ചാൽ അക്ഷയ കേരളം പദ്ധതിയാണ്. കണ്ണൂർ സബ് ജയിൽ കേരള സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത സബ് ജയിലായിട്ട് മാറും. കണ്ണൂർ സബ് ജയിൽ കേരള സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത സബ് ജയിലായിട്ട് മാറുന്നു. അർജന്റീന ചലച്ചിത്ര നിർമ്മാതാവാണ് പാബ്ലോ സിയർ. അദ്ദേഹമാണ് 51ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ചെയർമാനായിട്ട് വരുന്നത്. ഇന്ത്യയുടെ 51ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ചെയർമാനായിട്ട് വരുന്നത് അർജന്റീന ചലച്ചിത്ര നിർമ്മാതാവായിട്ടുള്ള പാബ്ലോ സിയർ ആണ്. സാന്തൂർ വാദ്യോപകരണ വിദ്വാനായിട്ടുള്ള പണ്ഡിറ്റ് സതീഷ് വ്യാസ് മധ്യപ്രദേശ് സർക്കാർ നൽകുന്ന താൻസൻ സമ്മാനം ലഭിച്ചു 2020. അപ്പോൾ 2020 താൻസൻ സമ്മാനം 2021 പ്രഖ്യാപിച്ചത്. ലഭിച്ചത് പണ്ഡിറ്റ് സതീഷ് വ്യാസിനാണ്. അദ്ദേഹം ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാന്തൂർ വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാം, പണ്ഡിറ്റ് സതീഷ് വ്യാസ് ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ സാന്തൂർ വാദ്യോപകരണമാണ്. 2021 താൻസൻ പുരസ്കാരം ലഭിച്ച ആർക്കാന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ് ഗവൺമെന്റ് നൽകുന്ന ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന പണ്ഡിറ്റ് സതീഷ് വ്യാസിനാണ്. അപ്പോൾ താൻസൻ സമ്മാനം നൽകുന്ന ഏത് സർക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധ്യപ്രദേശാണ്. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ 2020 താൻസൻ സമ്മാനം ലഭിച്ച വ്യക്തിയുടെ പേര് ഓർക്കുക, പണ്ഡിറ്റ് സതീഷ് വ്യാസ്. അദ്ദേഹം ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാന്തൂർ വാദ്യോപകരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ അജിത് പരമേശ്വരൻ വേൾഡ് അക്കാദമി ഓഫ് സയൻസിലെ യുവ ശാസ്ത്രജ്ഞനുള്ള ഭൗതികശാസ്ത്ര പുരസ്കാര ജേതാവായി. ഭൗതികശാസ്ത്ര പുരസ്കാരം വേൾഡ് അക്കാദമി ഓഫ് സയൻസിലെ യുവ ശാസ്ത്രജ്ഞനുള്ള ഭൗതികശാസ്ത്ര പുരസ്കാരത്തിന്റെ ജേതാവ് ഡോക്ടർ അജിത് പരമേശ്വരനാണ്. റേഡിയോ ഏഷ്യയുടെ 2020 ന്യൂസ് പേഴ്സൺ ഓഫ് ദി അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ KK ശൈല ടീച്ചർക്കാണ്. റേഡിയോ ഏഷ്യ 2020 ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള KK ശൈല ടീച്ചർക്കാണ്. രാധിക മാധവൻ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റാണ് രാധിക മാധവൻ. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്. കേരള സാംസ്കാരിക വകുപ്പ് ഏർപ്പെടുത്തിയ 2020 മാതൃഭാഷാ പ്രതിഭാ പുരസ്കാരത്തിന് ഡോക്ടർ അശോക് ഡിക്രൂസ് അർഹനായി. 2020 മാതൃഭാഷാ പ്രതിഭാ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് കേരള സാംസ്കാരിക വകുപ്പാണ്. അത് ലഭിച്ചത് ഡോക്ടർ അശോക് ഡിക്രൂസിനാണ്. കേരളത്തിലെ നാഷണൽ പാർക്കായ മതികെട്ടാഞ്ചോലയെ കേന്ദ്ര സർക്കാർ പരിസ്ഥിതി ദുർബല മേഖലയായിട്ട് പ്രഖ്യാപിച്ചു. കേരളത്തിലെ നാഷണൽ പാർക്കാണ് ഇടുക്കി ജില്ലയിലെ മതികെട്ടാഞ്ചോല. അതിനെ കേന്ദ്ര സർക്കാർ പരിസ്ഥിതി ദുർബല മേഖലയായിട്ട് പ്രഖ്യാപിച്ചു. 2021 ജനുവരിയിൽ DRDOയുടെ സഹായത്തോടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈലാണ് ആകാശ്. 2021 ജനുവരിയിൽ DRDOയുടെ സഹായത്തോടെ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈലാണ് ആകാശ്. അപ്പോൾ ആകാശ് എന്ന് പറയുന്നത് ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈലാണെന്ന് കാര്യം ഓർക്കുക. ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈലാണ് ആകാശ്. DRDOയുടെ സഹായത്തോടെ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച മിസൈലാണ്. 2021 ജനുവരിയിലാണ് ഇതിൻ്റെ വിക്ഷേപണം നടക്കുന്നതെന്ന് കാര്യം ഓർക്കുക.
ഇന്ത്യയിലെ ആദ്യത്തെ പോളിനേറ്റർ പാർക്ക് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ പോളിനേറ്റർ പാർക്ക് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അർജന്റീന ഗർഭചിത്രത്തിന് അനുമതി നൽകിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ട് മാറുന്നു. ഗർഭചിത്രത്തിന് അനുമതി നൽകിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ചോദിച്ച ചിത്രമായിട്ട് വരേണ്ടത് അർജന്റീനയാണ്. 20-ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ വായനക്കാർക്ക് ഇന്ത്യയെ പരിചയപ്പെടുത്തിയ ഇൻഡോ അമേരിക്കൻ നോവലിസ്റ്റ് വേദു മേത്ത അന്തരിച്ചു. വേദു മേത്ത ആരാന്ന് വെച്ചാൽ ഇൻഡോ അമേരിക്കൻ നോവലിസ്റ്റാണ്. തുടർച്ചയായ 5-ാം വർഷവും ദേശീയ ഊർജ്ജ സംരക്ഷണ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ കേരളത്തിലാണ്. തുടർച്ചയായിട്ടുള്ള 5-ാം വർഷവും ദേശീയ ഊർജ്ജ സംരക്ഷണ പുരസ്കാരം ലഭിച്ചത് കേരളത്തിലാണ്. പ്രേംനസീർ സാംസ്കാരിക വേദി പുരസ്കാരം നെയ്യാറ്റിൻകര കോമളത്തിന് ലഭിച്ചു. 2020-ലെ പ്രേംനസീർ സാംസ്കാരിക വേദി പുരസ്കാരം 2021-ലൊക്കെ പ്രഖ്യാപിച്ച ഈ ഒരു പുരസ്കാരം ലഭിച്ച ആർക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് നെയ്യാറ്റിൻകര കോമളത്തിനാണ്. 2021 ജനുവരിയിൽ പ്രഖ്യാപിച്ച പ്രേംനസീർ സാംസ്കാരിക വേദി പുരസ്കാരം ലഭിച്ചത് നെയ്യാറ്റിൻകര കോമളത്തിനാണെന്ന കാര്യം ഓർത്തിരിക്കുക.